ഗുഡ് ഈവനിങ് ഓൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലിവ് ടു സ്മൈൽ ഡിജിറ്റൽ അക്കാഡമിയുടെ കീഴിൽ ഓരോ ആഴ്ചയിലും നടത്തുന്ന സൺഡേ സ്പെഷ്യൽ പ്രോഗ്രാമിലാണ് നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലിവ് ടു സ്മൈൽ കഴിഞ്ഞ 5 വർഷമായി പഠനം പാതിവഴിയിൽ മുടങ്ങിയവർക്കുള്ള തുടർ പഠനം സാധ്യത ഒരുക്കുന്ന സംരംഭമാണ്. ഇതിൻ്റെ കീഴിൽ ഓരോ ആഴ്ചയിലും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് പ്രമുഖരുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രോഗ്രാമാണ് സൺഡേ സ്പെഷ്യൽ. ഇന്ന് നമ്മൾ അതിൻ്റെ 214ാമത്തെ സെഷനിലാണ് കൂടിയിരിക്കുന്നത്. ഇന്നത്തെ സെഷനിൽ വിദ്യാർത്ഥികളും ജനാധിപത്യവും എന്ന ടോപ്പിക്കിൽ നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന ഡേവിസ് ടൈപ്പ് സാറിനും അതുപോലെ തന്നെ ലിവ് ടു സ്മൈലിലെ പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ്, ടീച്ചേഴ്സ്, കോർഡിനേറ്റേഴ്സ്, അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറയുന്നു. അതുപോലെ ഇന്ന് നമ്മളെ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ എത്തിയിരിക്കുന്ന സാറിനെ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെൽക്കം ചെയ്യാം. ഉണ്ടല്ലോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? സർ കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. 2019-21 ഞാൻ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ MA പഠിക്കാൻ വരുന്നത്. അന്ന് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ് മുർഷിദ്. എനിക്ക് ഇതിനും മുമ്പും അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോ ലിവ് ടു സ്മൈലിന്റെ ഒരു പുതിയ ക്ലാസ്സിൽ ഒരു സെഷൻ ചെയ്യാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ സന്തോഷത്തോടെ ഞാൻ ഏറ്റെടുക്കുന്നതിന്റെയും കാരണം അത് തന്നെയാണ്. എന്നിരുന്നാലും എന്ത് പഠിപ്പിക്കും അല്ലെങ്കിൽ എന്ത് പറയും എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. എന്തായാലും ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് ഗംഭീരമായി എല്ലാവരും ആഘോഷിച്ചതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ജനാധിപത്യത്തെ കുറിച്ച് തന്നെ പറയാം എന്നാണ് കരുതിയത്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളും ജനാധിപത്യവും എന്നൊരു വിഷയത്തിൽ സംസാരിക്കാൻ തീരുമാനിച്ചത്. ജനാധിപത്യം എന്താണെന്നുള്ള ചോദ്യം നമുക്ക് പലയിടങ്ങളിലും നമ്മൾ
ഫേസ് ചെയ്യുന്നതാണ്, നമുക്ക് അതിന് ഉത്തരങ്ങളും അറിയാവുന്നതാണ്. അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെഡി ടു ഗോ ഡെഫിനിഷൻ ഫോർ ഡെമോക്രസി എന്ന് പറയുന്നത് എബ്രഹാം ലിങ്കൺ നൽകിയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. അത് ഏറ്റവും ലളിതമായി ഡെമോക്രസി ഈസ് റൂൾ ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ. അതായത് ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി നയിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് ജനാധിപത്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പം 100 വർഷത്തോളം ഇനിയും മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്ന വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ് എബ്രഹാം ലിങ്കൺ പ്രസംഗമൊക്കെ അവസാനിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയത്താണ് എബ്രഹാം ലിങ്കൺ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുന്നത്. നമുക്കറിയാം, വളരെ എളുപ്പമുള്ള ഒരു സംവിധാനമല്ല ഈ ജനാധിപത്യം എന്ന് പറയുന്നത്. അത് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു രീതിയാണ് ജനാധിപത്യത്തിനുള്ളത്. എന്താണ് അടിസ്ഥാനപരമായി ജനാധിപത്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു വിദ്യാർത്ഥികളുടെ കൂട്ടത്തെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഒരു ക്ലസ്റ്ററിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്താണ് ജനാധിപത്യം എന്നുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനാധിപത്യ ബോധം ഇല്ലാത്ത ഒരു തലമുറ വളർന്നു വരുന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെയോ സമൂഹത്തിന്റെയോ ലോകത്തിന്റെയോ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഒന്നായി അത് മാറുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത്രമേൽ ഇമ്പോർട്ടന്റ് ആയ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ജനാധിപത്യം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്താണ് ജനാധിപത്യം? വളരെ ലളിതമായി നമ്മൾ പറയാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം ഒരിക്കലും ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഇത് യൂട്യൂബിലും അല്ലെങ്കിൽ എല്ലായിടത്തും നമ്മൾ പറഞ്ഞും കേട്ടും പരിചയിച്ച ഒരു കാര്യമാണ്. ഒരു കുട്ടിയാണ് ഗാന്ധിജിയോട് ചോദിക്കുന്നത്, ബാപ്പുജി എന്താണ് ജനാധിപത്യം അല്ലെങ്കിൽ വാട്ട് ഈസ് ഡെമോക്രസി? അപ്പൊ ഗാന്ധി വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരുന്ന ഒരു ഉത്തരവാണ്, ഒരു ഓട്ട മത്സരത്തിൽ കൂടെ ചില ആൾക്കാർ അല്ലെങ്കിൽ കുറെ ആൾക്കാർ ഓടിയിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് ജനാധിപത്യം പറയുന്നത്. ഏറ്റവും ലളിതമായി ഗാന്ധി പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്: ഒരു ഓട്ട മത്സരത്തിൽ കൂടെ ഓടാൻ ചില ആൾക്കാർ ഉണ്ടായിരുന്നു എന്നുള്ള നമ്മുടെ തിരിച്ചറിവിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് ഓടിയാൽ ആരും ജയിക്കില്ല എന്നൊരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഇത് ഈ ഒരു വളരെ ലളിതമായിട്ടൊരു ഡെഫിനിഷൻ പറയുമ്പോൾ ഗാന്ധി അതിന്റെ ഒപ്പം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഗാന്ധി നേരിട്ട് പറയുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ അദൃശ്യമായ ഒരു ജനതയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയ കാര്യം. അതായത് ഞാൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ എന്റെ രീതികൾ, എന്റെ സംവിധാനങ്ങൾ, എന്റെ തോന്നലുകൾ, എന്റെ ധാർഷ്ട്യങ്ങൾ, എന്റെ ഭരണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായ, ഇതിൽ നിന്ന് ഡിസെൻഡ് ചെയ്യുന്ന, ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന അദൃശ്യമായ ഒരു ജനത കൂടി നമുക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന തിരിച്ചറിവാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ആ തിരിച്ചറിവ് നേടാൻ അല്ലെങ്കിൽ ആ തിരിച്ചറിവ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ജനാധിപത്യ ലോകത്ത് ജീവിക്കാനോ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനങ്ങളെ വിശ്വസിക്കാനോ കഴിയാത്ത ഒരാളായി, ഒരു സമൂഹമായി മാറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ഭരണത്തെ എതിർക്കുക അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ എതിർക്കുക, സംവിധാനത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് ഏറ്റവും ജനാധിപത്യപരമായ ഒരു ശരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എന്താ പറയാ, സമരം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റായ കാര്യമാണ് അല്ലെങ്കിൽ ഒരു മോറൽ റോങ് ആണ് എന്ന് ചിന്തിക്കുന്നിടത്ത് ജനാധിപത്യം പരാജയപ്പെടുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ സർക്കാരിനെതിരെ ഒരു സമരം അനുഷ്ഠിച്ച ആള്, നിരാഹാര സമരം അനുഷ്ഠിച്ച ആള് ഗാന്ധിജിയാണ്. പാകിസ്ഥാന് കൊടുക്കാനുള്ള 50 കോടി രൂപ ഇന്ത്യ ഗവൺമെന്റ് അടിയന്തരമായി കൊടുക്കണമെന്ന വിഷയം പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ഇന്ത്യൻ സർക്കാരിനെതിരെ രൂപീകരിച്ച് സ്വാതന്ത്ര്യം നേടി പുതിയ രാജ്യമായി ഭരണം ആരംഭിച്ച ഒരു സർക്കാരിനെതിരെ ആദ്യമായി ഒരു നിരാഹാര സത്യാഗ്രഹം ഇരുന്നത് മഹാത്മാഗാന്ധിയാണ്. ഇതേ ഗാന്ധി തന്നെയാണ് നിരന്തരമായ നിരാഹാര സത്യാഗ്രഹങ്ങളിലൂടെയും സഹന സമര പ്രക്രിയകളിലൂടെയും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളും ഈ മഹാത്മാഗാന്ധി തന്നെയാണ്. അപ്പൊ അത് ആണ് ജനാധിപത്യം എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരു ലോകം വിജയിക്കുന്നത് അല്ലെങ്കിൽ ഒരു രാജ്യം വിജയിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതേ ഇന്ത്യ ഗവൺമെന്റിനെതിരെ ആദ്യമായി നിരാഹാര സമരം ഇരുന്ന് ഒരു കാര്യം നടത്തിച്ച ഒരാളെ രാഷ്ട്രപിതാവായി അംഗീകരിക്കാൻ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിന് സാധിച്ചു എന്നിടത്താണ് ഒരു റെസിപ്പിയന്റിന്റെ അല്ലെങ്കിൽ ഒരു ഭരണകർത്താവിന്റെ ജനാധിപത്യ ബോധവും നമ്മൾ തിരിച്ചറിയേണ്ടത്. നെഹ്റുവിനോടും വലിയൊരു ജനാധിപത്യവാദിയെ നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ നെഹ്റുവിന് ശേഷം വന്ന ആൾക്കാർക്കെല്ലാം ഈ ജനാധിപത്യത്തെ എത്രമാത്രം ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന്റെ മകൾക്ക് പോലും എത്രമാത്രം ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചു എന്നുള്ളതെല്ലാം ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
അപ്പൊ ഇതൊരു എന്താ പറയാ, ഇതൊരു ക്വാളിറ്റി, ഒരു മോറൽ ഡെമോക്രസി ഈസ് എ മോറൽ ക്വാളിറ്റി. അതൊരു വ്യക്തിക്ക്, ഒരു സമൂഹത്തിന്, ഒരു രാജ്യത്തിന് ഉണ്ടാകേണ്ട ഒരു വളരെ അടിസ്ഥാനപരവും വളരെ മൗലികവുമായ ധാർമ്മിക ബോധമാണ്. ഈ നീതിബോധം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അതായത് നമുക്ക് നിയമങ്ങളുണ്ട്, ന്യായങ്ങളുണ്ട്. പക്ഷെ ഒരു ജനാധിപത്യവാദിയെ നയിക്കേണ്ടത് ശക്തമായ നിയമങ്ങളോടുള്ള ഭയമോ അല്ലെങ്കിൽ ഈ നിയമങ്ങളോടുള്ള വിധേയത്വം അല്ല. അതൊരു നീതിബോധമായിരിക്കണം. എന്താ പറയാ, അത് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമങ്ങൾ മനുഷ്യനെ സംരക്ഷിക്കുന്നത് അതിനൊരു ടെക്നിക്കാലിറ്റിയിലൂടെയാണ്. അതിനൊരു ഒരു ഒരു സംവിധാനത്തിന്റെ ഭദ്രതയിലൂടെയാണ്. പക്ഷെ നീതിബോധമില്ലാത്തൊരു ഒരു രാജ്യത്ത് എത്രമാത്രം നിയമം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് ഞാൻ വളരെ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത്. എന്താണ് നീതിബോധത്തിൽ ഉണ്ടാകുന്ന, നിയമത്തിന് സാധിക്കാത്ത അല്ലെങ്കിൽ നിയമത്തിന് പലപ്പോഴും തോറ്റുപോകുന്ന, നിയമങ്ങൾ തോറ്റുപോകുന്ന സുരക്ഷിതമായ ഒരു ജീവിത സാഹചര്യം ഉറപ്പു നൽകാൻ ജനാധിപത്യത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യ വിശ്വാസികളുടെ നീതിബോധം ഒന്നുകൊണ്ടാകണം. അപ്പൊ അതാണ് ഈ പറയുന്ന ഏറ്റവും ഫണ്ടമെന്റലായ ജനാധിപത്യ ബോധം. ഇന്നത്തെ സാഹചര്യത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ചുറ്റും, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മൾ ചുറ്റിലും കണ്ണോടിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു ജനാധിപത്യത്തിന്റെ സ്വഭാവത്തിനൊരു മാറ്റമുണ്ട്. ജനാധിപത്യം വല്ലാതെ അതിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? അടിസ്ഥാനപരമായിട്ടുള്ള ജനാധിപത്യത്തിന്റെ സ്വഭാവം മാറി. ഒരു പാരഡിഗം ഷിഫ്റ്റ് ആണ് ഇന്ന് ജനാധിപത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം എന്തായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ജനാധിപത്യത്തെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്, അത് അതിനൊരു മാറ്റം സംഭവിക്കുകയാണ്. ഇത് മാറ്റം സംഭവിക്കുന്നത് ബേസിക്കലി ഒരു സിസ്റ്റത്തിന്റെ മാറ്റം മാത്രമല്ല, ഈ ജനങ്ങൾ എങ്ങനെ ജനാധിപത്യത്തെ പെർസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ മനുഷ്യർ, വിദ്യാർത്ഥികൾ, സാമൂഹിക ജീവികൾ, യുവാക്കൾ, ചെറുപ്പക്കാർ, മധ്യവയസ്കർ, വോട്ടിടുന്നവർ, ജോലിക്കാർ, തൊഴിലാളികൾ, കർഷകർ, എല്ലാവരും ജനാധിപത്യത്തെ എന്താണെന്നും എങ്ങനെയാണെന്നും തിരിച്ചറിയുന്നിടത്തും വലിയ രീതിയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജനാധിപത്യമാണ് ഒരു രാജ്യത്തിന്റെ നയരൂപീകരണത്തെ പോലും സ്വാധീനിക്കുന്ന, നയിക്കുന്ന അടിസ്ഥാനപരമായ തത്വം. അപ്പോ എങ്ങനെ ഭരിക്കപ്പെടുന്നു എന്ന് പോലും തീരുമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അതിനെയൊക്കെ, ആ ഒരു സംവിധാനത്തെ ഇന്നത്തെ സമൂഹം എങ്ങനെ പെർസീവ് ചെയ്യുന്നു, എങ്ങനെ നോക്കിക്കാണുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഒരു നയരൂപീകരണത്തിന്റെ അടിസ്ഥാനം? ജനാധിപത്യത്തിന്റെ അടിസ്ഥാനവും ഈ നയരൂപീകരണത്തിന്റെ അടിസ്ഥാനം ഇതാണ്. ഈ ഗാന്ധി പറഞ്ഞ ഓടിയെത്തുന്ന, അവസാനം ജയിക്കാതെ ഓടിയെത്തുന്ന ആൾക്കാരെ കൂടി കൺസിഡർ ചെയ്യണമെന്ന് ഗാന്ധി പറയുമ്പോൾ ഈ നയരൂപീകരണത്തിന്റെയും അടിസ്ഥാനം അതാണ്. ബൈബിളില് ഈശോ പറയുന്ന ഒരു ഉപമയുണ്ട്. അതായത് ഒരുവൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കും. മുന്തിരിത്തോട്ടത്തിൽ ജോലിക്കാരായ ആൾക്കാരെ ക്ഷണിക്കാൻ പോകും. ഇയാളെ ജോലിക്കാരെ ക്ഷണിക്കാൻ മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ കുറെ ആൾക്കാർ ജോലിയൊന്നും ഇല്ലാതെ അലസരായി നിൽക്കും. അവരെ തിരഞ്ഞുപിടിച്ച് വരും, എന്റെ തോട്ടത്തിലേക്ക് പണിയെടുക്കാൻ വരും, ഞാൻ നിങ്ങൾക്ക് ഒരു ദിനാറ് വൈകുന്നേരം തരാമെന്ന് പറയും. അങ്ങനെ അയാൾ ആദ്യത്തെ 8 മണിക്ക് ജോലിക്കാരെ കൊണ്ടുവരുന്നു, 10 മണിക്കും ജോലിക്കാരെ കൊണ്ടുവരുന്നു, അവരോടും ഒരു ദിനാറ് തരാമെന്ന് പറയുന്നു. 12 മണിക്ക് പോകുമ്പോഴും ജോലിക്കാരുണ്ട്, അവരെയും കൊണ്ടുവരുന്നു. 1 മണിക്ക് പോകുമ്പോഴുണ്ട്. അവസാനം 5 മണിക്ക് അവസാനിക്കുന്നതിന് 1 മണിക്കൂർ 4 മണിക്ക് പോകുമ്പോഴും തോട്ടത്തിലേക്ക് ജോലിക്കാരെ അയാൾ ക്ഷണിച്ചുകൊണ്ട് വരുന്നു. ഇവരോട് എല്ലാവരും ഇയാൾ ഒരു ദിനാറ് നിങ്ങൾക്ക് തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദിനാറയാണ്, അല്ലെങ്കിൽ ഒരു കറൻസിയാണ് ഇവർക്ക് കൊടുക്കാമെന്ന് പറയുന്നത്. പക്ഷെ ഈ ജോലി ചെയ്ത് കൂലി കൊടുക്കാൻ നേരത്ത് ഈ അവസാനം വരുന്ന ആൾക്ക് ഒരു ദിനാറ് വീതം കൊടുക്കുമ്പോൾ ആദ്യം കാണുന്നവർ വിചാരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുമായിരിക്കും എന്നുള്ളത്. പക്ഷെ അവർക്കും ഈ തോട്ടം ഉടമ ഒരു ദിനാറയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവര് ചോദിക്കും, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അധ്വാനത്തെയും അവരുടെ അധ്വാനത്തെയും നിങ്ങൾ ഒന്നായി കാണുന്നത് എങ്ങനെയാണെന്ന്? അപ്പൊ എന്റെ പണം കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തന്നതും ഒരു ദിനാറയാണ്, അവർക്ക് ഉറപ്പ് കൊടുത്തതും ഒരു ദിനാറയാണ്. അത് നിങ്ങൾ നേരത്തെ വന്നതുകൊണ്ടും അയാൾ വൈകിയത് കൊണ്ടും അയാൾക്ക് ലഭിക്കേണ്ട പണത്തെ നിഷേധിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അത് ഏറ്റവും അടിസ്ഥാനപരമായി ടു ദ ലാസ്റ്റ്, ഏറ്റവും അവസാനം വരുന്നവരെ പോലും കൺസിഡറേറ്റീവ് ആകുന്ന ഒരു സംവിധാനമായിരിക്കണം ജനാധിപത്യവും നയരൂപീകരണവും. അത് ഈ ഗാന്ധിജിയുടെ ഒരു സെയിങ് തന്നെയാണ്, ഊരറിയാത്ത പേരറിയാത്ത ദരിദ്രരായ ഒരുവന്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. അയാൾക്ക് ഗുണകരമാകുമ്പോഴെല്ലാം ഗുണകരവും ദോഷകരമാകുമ്പോഴെല്ലാം ദോഷവുമായി തീരുക. ഇതാണ് ഒരു നയരൂപീകരണത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സ്വഭാവം ഉണ്ടാകുക. അതായത് ഏറ്റവും ദരിദ്രനായ, നമുക്കറിയാത്ത, നമ്മൾ വളരെ റാൻഡമായി കാണുന്ന ഈ റാൻഡം കോമൺ മാൻ എന്ന് പറയുന്ന ഒരാൾക്ക് നമ്മളൊരു സംവിധാനത്തെ രൂപീകരിക്കുമ്പോൾ അയാൾക്ക് ഇത് എങ്ങനെ ഫേവറബിൾ ആകും? അയാൾക്ക് ഫേവറബിൾ ആകുന്നുണ്ടെങ്കിൽ അത് എല്ലാ കാലത്തും ഫേവറബിൾ ആണ്, എല്ലാവർക്കും ഫേവറബിൾ ആണ്. അതിൽ അയാൾക്ക് ദോഷമാകുന്നുണ്ടെങ്കിൽ അവസാന മനുഷ്യനെ കൂടി പരിഗണിക്കുന്ന ഒരു നയരൂപീകരണത്തിന് നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പരാജയപ്പെട്ട സമൂഹമായി മാറുകയാണ്. ഇതായിരിക്കണം നയരൂപീകരണത്തിന്റെയും
അതോടൊപ്പം ഒരു ജനാധിപത്യ രാജ്യത്തിന്റെയും ഏറ്റവും ഫണ്ടമെന്റൽ ആയ സ്വഭാവമായി മാറേണ്ടത്. ഈ ജനാധിപത്യത്തിന്റെ ഒരു സാധ്യതയും അതാണ്. ഏറ്റവും അവസാനത്തെ ആൾക്കും പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാകണം, അയാളുടെ ശബ്ദത്തെയും കേൾക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകണം. അതില്ല എന്നുണ്ടെങ്കിൽ ഒരു ജനാധിപത്യ സമൂഹം പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. അപ്പൊ ഈ സംവാദത്തിന്റെ ഒരു സാധ്യത ഇല്ലാതാകുന്നുണ്ടെങ്കിൽ ഡെമോക്രസി ഫെയിൽസ് ആസ് എ സിസ്റ്റം. അതായത് ഈ ഡെമോക്രസിയിൽ സംവാദത്തിന് ഏറ്റവും താഴ്ന്നു കിടക്കുന്നവന്റെ, ഏറ്റവും അശക്തനായവന്റെ ശബ്ദത്തെ കേൾക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവന്റെ ഡിസന്റിനെ, അവന്റെ എതിർപ്പിനെ പരിഗണിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ജനാധിപത്യ ലോകം ഒരു പരാജയപ്പെട്ട ജനാധിപത്യ സംവിധാനമായി മാറും. ഈ ജനാധിപത്യം എന്നുള്ളത് അതിന്റെ ഏറ്റവും മഹനീയമായ ക്വാളിറ്റി ഈ ദ സ്പേസ് ടു ഡിസന്റ് ആണ്. എതിർക്കാനുള്ള അല്ലെങ്കിൽ എതിർപ്പ് പറയാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. അതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ കാര്യം. ഈ ഒരു കുക്കറിന്റെ എമർജൻസി വാൽവ് പോലെയാണ്. ഈ ടെൻഷൻ റിലീസ് ചെയ്യാനുള്ള, ഈ സ്പർദ്ധ സംസാരിച്ച് തീർക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകുന്നത് ഡെമോക്രസിക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ജനാധിപത്യത്തിന് മാത്രമാണ്. എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് റൂമുകളിൽ ജനാധിപത്യം ഉണ്ടാകേണ്ടത്? ഞാൻ അധ്യാപകനായിരുന്ന സമയത്ത് ഞാൻ വളരെ വ്യക്തിപരമായി ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഒരു ക്ലാസ് റൂമിന്റെ ഡെക്കോറം. നമ്മുടെ ഒരു ശരാശരി ക്ലാസ് റൂം എങ്ങനെയാണ്? ഒരു സാറ് ക്ലാസ്സിലേക്ക് വരുന്നു, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു, സാർ എന്ന് പറയുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു, ഇരിക്കാൻ പറയുന്നു. അപ്പൊ ഇവിടെ ഫണ്ടമെന്റലി നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ജനാധിപത്യ ബോധം. നമ്മൾ എത്രമാത്രം അൺഡെമോക്രാറ്റിക് ആണ് നമ്മുടെ ഇടങ്ങളിൽ എന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മൾ ഈ കുട്ടികളെ പോലും അല്ലെങ്കിൽ ജനാധിപത്യവാദികളല്ലാതെ വളർത്തുന്നത് നമ്മുടെ ക്ലാസ് റൂമുകളിൽ നിന്ന് ആരംഭിക്കുകയാണ്. കുട്ടികളുടെ ഈ പറയുന്ന ചോയ്സിനെയൊക്കെ മാനിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾ ഇന്ന് ഒരുപാട് അപ്പൊളിറ്റിക്കൽ ആകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൺഡെമോക്രാറ്റിക് ആകുന്നുണ്ടെങ്കിൽ, അതിന്റെ കാരണം നമ്മൾ അവരെ ഗ്രൂം ചെയ്യുകയും ശീലിപ്പിക്കുകയും ചെയ്യുന്ന ഈ ജനാധിപത്യമില്ലാത്ത സാഹചര്യങ്ങൾ തന്നെയാണ്. നമ്മൾ വീടുകളിൽ നമ്മൾ എങ്ങനെയാണ്? നമ്മുടെ വീടുകളിൽ ജനാധിപത്യമുണ്ട്. നമ്മൾ ഇടപഴകുന്ന ഇടങ്ങളിൽ നമ്മൾ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഒരു വീട്ടിൽ കറി വെക്കുന്ന ചോയ്സ് പോലും എത്രമാത്രം അൺഡെമോക്രാറ്റിക് ആയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അച്ഛന് തോന്നുന്നത് അല്ലെങ്കിൽ അപ്പന് തോന്നുന്നത് എന്താണോ അതാണ് അന്നത്തെ കറി. അതിന് വേറെ വർത്തമാനവും ചോയ്സ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെയല്ല, അത് ഏറ്റവും നമ്മുടെ ഇടങ്ങൾ പോലും അങ്ങനെ അൺഡെമോക്രാറ്റിക് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ തന്നെ പ്രതിഫലനമാണ് ഇന്നത്തെ സമൂഹത്തിന്, അല്ലെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ രാഷ്ട്രീയത്തോടുള്ള ഒരു സമീപനത്തിനും മാറ്റമുണ്ട്. വളരെ അപ്പൊളിറ്റിക്കൽ, അരാഷ്ട്രീയമായ ഒരു തലമുറയായി അവർ മാറിക്കൊണ്ടിരിക്കുക. ആര് ഭരിച്ചാലും നമുക്കെന്ത്, ആരെന്ത് ഭരണം തന്നാലും നമുക്കെന്ത്, നമുക്ക് പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം. അങ്ങനെയല്ലാത്ത ഈ ആര് ഭരിച്ചാലും ഈ നയം രൂപീകരിക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നതും ഇവരാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എടുക്കുന്ന തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന ബോധ്യമൊന്നും ഒരു സമൂഹത്തിന്, ഒരു തലമുറയ്ക്ക് ഇല്ലാതാകുന്നുണ്ടെങ്കിൽ അത് അടിസ്ഥാനപരമായി ഈ രാജ്യത്തെ വലിയ വിപത്തിലേക്ക് നയിക്കും. ഇപ്പൊ ഇലക്ഷന് വോട്ട് ചെയ്യുക എന്നുള്ളൊരു സംവിധാനം മാത്രമല്ല ജനാധിപത്യം. അഡോൾഫ് ഹിറ്റ്ലർ ഇലക്ഷന് വോട്ട് ചെയ്ത് ജയിച്ചു വന്ന ആളാണ്. മുസോളിനി ഇലക്ഷൻ ഫേസ് ചെയ്യുന്ന ആളാണ്. നോർത്ത് കൊറിയയിലെ കിം ഇവർ പോലും എല്ലാ 5 വർഷം കൂടുമ്പോഴും ഇലക്ഷൻ നടത്തുന്നുണ്ട്. ചൈനയിലെ ഇലക്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടങ്ങളിലൊന്നും ജനാധിപത്യം ഇല്ലെന്നേ ഉള്ളൂ. ഈ ഇലക്ട്രൽ പ്രക്രിയ നടപ്പിലാക്കുന്നത് ജനാധിപത്യമാണെന്ന തെറ്റിദ്ധാരണ നമ്മൾ മുന്നോട്ട് വെക്കരുത്. ഇതല്ലാതെ ഈ ജനാധിപത്യം ഒരു സിവിക് സെൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ജനാധിപത്യത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും ഫണ്ടമെന്റലായ കാര്യം ഈ സിവിക് സെൻസ് ആണ്. ഒരു സാമൂഹിക ബോധം, ഒരു സാമൂഹിക അവബോധം ഉണ്ടാക്കിയെടുക്കുക, രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. ഈ ക്ലാസ് റൂമുകളിൽ ഉണ്ടാക്കുന്ന ഈ ജനാധിപത്യത്തിലൂടെ വളർത്തിയെടുക്കുന്ന ഈ സിവിക് സെൻസ് തന്നെയാണ് ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെയും നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഒരു ഡിഗ്രിക്ക് അപ്പുറത്തേക്ക് ഒരു സിവിക് സെൻസ് ഡെവലപ്പ് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു വിദ്യാഭ്യാസത്തിന്റെ പരാജയമാണ്. ഒരു രാജ്യം ജനാധിപത്യം എന്ന നിലയിലുള്ള രാജ്യത്തിന്റെ കൂടി പരാജയമാണ്. നമ്മളൊരു മിഠായി കഴിക്കും. ഈ മിഠായി കഴിച്ച കടലാസ് അത് പോക്കറ്റിലിട്ട് ഏതെങ്കിലും വേസ്റ്റ് ബക്കറ്റിലേക്ക് കൊണ്ടിടുക എന്ന ബേസിക് സിവിക് സെൻസ് നമുക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ വലിപ്പമേറിയ ഒരു ദോഷം ഈ രാജ്യത്തിന് ചെയ്യും. അതിന്റെ ഡെമോക്രാറ്റിക് ഫാബ്രിക്കിനെ, ഡെമോക്രാറ്റിക് സംവിധാനത്തെ തകർത്ത് കളയുന്ന രീതിയിലേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ എടുക്കുന്ന ചോയ്സ് തന്നെ അൺഡെമോക്രാറ്റിക് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജനാധിപത്യ ബോധവും ജനാധിപത്യ ബോധ്യവുമുള്ള ഒരു തലമുറയായിട്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമായിട്ട് വളർന്നു വരാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും പരാജയപ്പെടുന്ന തലമുറയാണ്. മോസ്റ്റ് വൾണറബിൾ ആയ ആൾക്കാരെ പോലും
നമ്മുടെ സമയം കൊണ്ട്, നമ്മുടെ അധ്വാനം കൊണ്ട്, നമ്മുടെ ധനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് അവർക്ക് സഹായകരമാകുന്ന രീതിയിൽ മുമ്പോട്ട് പോകാനും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജനാധിപത്യം പരാജയപ്പെടുന്ന ഒരു ജനാധിപത്യമായി മാറും. എനിക്ക് മണിക്കൂറുകളോളം ജനാധിപത്യത്തെ കുറിച്ച് ലെക്ചർ ചെയ്യാൻ സാധിച്ചിട്ടും എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ജനാധിപത്യത്തെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനും ഒരു പരാജയപ്പെട്ട ജനാധിപത്യവാദിയായി മാറും. എന്റെ ക്ലാസ് റൂമുകളിൽ, എന്റെ വീട്ടിൽ, എന്റെ ഇടപെടുന്ന ഇടങ്ങളിലെല്ലാം ഞാൻ ഈ ജനാധിപത്യത്തിന് ഒരു വില കൊടുക്കാതെ പോവുകയാണെങ്കിൽ അത് ജനാധിപത്യവാദി എന്ന നിലയിലും എന്റെ പരാജയമായിരിക്കും. അപ്പം ഒരു കണ്ടിന്യൂസ് ആയ ഒരു ഭരണമോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയ ഒരു സുപ്രീമസിയോ അല്ല ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായി മാറ്റമാണ്, അല്ലെങ്കിൽ ഒരു ഡൈനാമിക്സ് ആണ്. അതായത് ഒരു പുഴയാണ്. നമ്മൾ ഒരിക്കൽ മുങ്ങുന്ന പുഴയിൽ നമ്മൾ ഒരിക്കലും പിന്നെ മുങ്ങില്ല എന്ന് പറയും. കാരണം പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കൾച്ചർ, സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് ഒരിക്കലും അഡമന്റ് ആയ ഈ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഗോൾഡൻ എറ എന്ന് പറയുന്ന പോലെ ഒന്നല്ല ജനാധിപത്യം. ജനാധിപത്യത്തിന് ഒരു മാറ്റം എപ്പോഴും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഒഴുകി ഒരു മനുഷ്യവംശത്തിന്റെ സർഗാത്മകമായ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുക. അതാണ് ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജയസ്മിൽ പറയുന്ന പോലെ അത് അത് അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ജേണി ഒരു ജനാധിപത്യപരമായ ഒന്നായിരിക്കില്ല. നമുക്ക് ആവശ്യം എന്താണ്? എല്ലാം എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഭരണാധികാരിയാണ്, അല്ല? അതല്ല ജനാധിപത്യം. ജനാധിപത്യം ഒരു മാറ്റമായിരിക്കണം. ജനങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്ന, ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന, ജനങ്ങൾക്ക് എതിർപ്പ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന, ജനങ്ങൾക്ക് ദേഷ്യപ്പെടാൻ കഴിയുന്ന, സ്നേഹിക്കാൻ കഴിയുന്ന, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിനിധീകരണം ജനങ്ങൾക്ക് നടത്താൻ കഴിയുന്നിടത്താണ് ഒരു ജനാധിപത്യവാദി അല്ലെങ്കിൽ ജനാധിപത്യം വിജയിക്കുക. നമ്മള് ഇപ്പൊ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പ്രൊസഷൻ അല്ലെങ്കിൽ അയാളുടെ വിലാപയാത്ര എന്തുമാത്രം ജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. കാരണം അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് മറ്റെന്ത് പോരായ്മകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നാലും അടിസ്ഥാനപരമായി ഉമ്മൻചാണ്ടി ഒരു ജനാധിപത്യവാദിയായിരുന്നു എന്നതുകൊണ്ടാണ് ആൾക്കാർക്ക് അദ്ദേഹവുമായി ഇടപെടാൻ സാധിച്ചിരുന്നു. ആ ഒരു സ്പേസ് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ജനാധിപത്യ ബോധ്യം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സാമൂഹിക ജനാധിപത്യവും രാഷ്ട്രീയ ജനാധിപത്യവും. സാമൂഹിക ജനാധിപത്യം എന്ന് പറയുന്ന നമ്മൾ ഈ പറയുന്ന റിസർവേഷന്റെ എല്ലാം അടിസ്ഥാനപരമായുള്ള കാര്യം, അതായത് അൺ ടു ദ ലാസ്റ്റ്, അവസാനത്തെ ആളെ പോലും കൺസിഡർ ചെയ്യുക എന്നുള്ള ഒരു കഥയുണ്ട്. ആ ഒരു സംവിധാനമാണ് സാമൂഹിക ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ ജനാധിപത്യം ഒരു പരാജയമാണ്. സാമൂഹ്യപരമായി നിൽക്കുന്ന ഈ പറയുന്ന ഒരു ജനാധിപത്യം ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ 5 കൊല്ലവും വോട്ട് ചെയ്തുകൊണ്ടും, എല്ലാ 5 കൊല്ലവും ഭരണാധികാരികളെ മാറ്റിയെടുത്തുകൊണ്ടും, എല്ലാ 5 കൊല്ലവും നമ്മൾ പുതിയ ആൾക്കാർക്ക് ഭരിക്കാൻ ചാൻസ് കൊടുത്തുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സാമൂഹ്യ ജനാധിപത്യത്തിന്റെ പല മാനങ്ങളും പിന്നെ ഈ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്, വലിയ മറ്റു വിഷയങ്ങളാണ്. അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അടിസ്ഥാനപരമായി നമ്മൾ വളർത്തിയെടുക്കേണ്ട ഈ ജനാധിപത്യ ബോധ്യം നമുക്കില്ലാതെ പോയാൽ അത് വലിയ വലിയ വിപത്തിലേക്ക് മാറി ചെല്ലും. ആ ജനാധിപത്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഭീകരമായിരിക്കും. ഞാൻ ഈ പറഞ്ഞു പോകുന്നതൊന്നും ഒരു വളരെ അക്കാഡമിക് ആയ ഡെമോക്രസിയെ കുറിച്ചുള്ള കാര്യങ്ങളല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ജനാധിപത്യ മൂല്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ഇതിൽ ഈ ഒരു ലാറ്റിൻ അമേരിക്കൻ കവിയുണ്ട്, ഓട്ടോ റെനോ കാസ്റ്റിലോ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം വളരെ എന്താ പറയാ വളരെ മനോഹരമായ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത എങ്ങനെയാണ്, ഈ ഒരു ലോകം അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ആകെ തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഒരു ദിവസം ഏറ്റവും ദരിദ്രരായ ജനങ്ങളാൽ എന്റെ രാജ്യത്തിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും. ഏകാന്തവും ചെറുതുമായ ഒരു ജ്വാല പോലെ രാജ്യം ക്രമേണ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തു ചെയ്തു എന്നവർ ചോദ്യം ചെയ്യപ്പെടും. അവരുടെ വസ്ത്രങ്ങളെപ്പറ്റി, ഉച്ചയൂണിന് ശേഷമുള്ള നീണ്ട പകലുറക്കത്തെപ്പറ്റി അവരോട് ആരും ചോദിക്കില്ല. ശൂന്യതയെ ചൊല്ലിയുള്ള അവരുടെ പൊള്ളത്തരങ്ങളെ പറ്റി ഒരാളും നാളെ അന്വേഷിക്കില്ല. അവരുടെ സാമ്പത്തിക പദവിയെപ്പറ്റി ആരും കൂട്ടാക്കില്ല. ഗ്രീക്ക് പുരാണങ്ങളെ പറ്റി അവർ ചോദ്യം ചെയ്യപ്പെടില്ല. ഭീരുവിനെ പോലെ അവരിൽ ഒരുത്തൻ തൂങ്ങിച്ചാവുമ്പോൾ അവരനുഭവിക്കുന്ന ആത്മവിദ്വേഷത്തെപ്പറ്റി അവർ ചോദ്യം ചെയ്യപ്പെടില്ല. ഒരു ദിവസം ഏറ്റവും ദരിദ്രരായ ജനങ്ങളാൽ എന്റെ രാജ്യത്തിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും. അന്ന് ദരിദ്രരായ മനുഷ്യർ വരും. ഈ അരാഷ്ട്രീയ ബുദ്ധിജീവികളുടെ കവിതകളിലും കഥകളിലും ഒരിക്കലും ഇടം കെട്ടിയിട്ടില്ലാത്തവർ, എന്നാൽ ദിവസവും അവർക്ക് അപ്പവും പാലും കൊടുത്തവർ, ഇറച്ചിയും മുട്ടയും കൊടുത്തവർ, അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുത്തവർ, അവരുടെ കാർ ഓടിച്ചവർ, അവരുടെ പട്ടികളെ വളർത്തിയവർ,
അവരുടെ ഉദ്യാനങ്ങൾ കാത്തു സൂക്ഷിച്ചവർ. അവർ വരും, വന്ന് ചോദിക്കും, യാതനകളിൽ ദരിദ്രന്റെ ജീവിതവും സ്വപ്നവും കത്തിയെരിയുകയായിരുന്നപ്പോൾ എന്തു ചെയ്യുകയായിരുന്നു നിങ്ങൾ? അപ്പൊ ഈ കവിത അവസാനിക്കുന്ന ഒരു നോട്ടുണ്ട്. അതായത് ഏറ്റവും സാധാരണക്കാരായ ഒരാളെ കേൾക്കാൻ, അല്ലെങ്കിൽ അയാളുടെ ശബ്ദമാകാൻ നമുക്ക് സാധിക്കാത്ത ഒരു സ്ഥലം, ഒരു സംവിധാനം ഒരു തരത്തിലും ജനാധിപത്യപരമായ ഒരു സംവിധാനമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. എവിടെയാണ് ജനാധിപത്യം? ജനാധിപത്യം തെരുവുകളിലാണ്. ജനാധിപത്യം ഈ രാജ്യത്തിന്റെ ഏറ്റവും മാർജിനലൈസ്ഡ് ആയ, അരികുവൽക്കരിക്കപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന, സാധാരണക്കാരായ മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടതകളിലാണ് ഒരു രാജ്യത്തിന്റെ ജനാധിപത്യം ഉണ്ടാകേണ്ടത്. അവന്റെ ചർച്ചകളിൽ സ്പേസ് ഇല്ലാതെ, ഈ രാജ്യത്തിന്റെ ചർച്ചകളിൽ അവർക്ക് സ്പേസ് ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ ഒരു രാജ്യം ഒരു തരത്തിലും ജനാധിപത്യപരമായ ഒരു രാജ്യമാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. അപ്പൊ നമുക്ക് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ ശ്രമിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് സാധിക്കേണ്ട കാര്യം എന്താണ്? ഈ തെരുവുകളിലെ ഈ സാർ കേൾക്കുന്നില്ല. ഒന്ന് ബ്ലോക്കായി പോയതാണ്, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായതാണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഓക്കെ. അപ്പൊ ഈ രാജ്യം മരിച്ചുകൊണ്ടിരിക്കുന്നതല്ല, രാജ്യത്ത് കൊല്ലുന്നതാണ്. എങ്ങനെയാണ് കൊല്ലുന്നത്? ഈ രാജ്യത്ത് കലഹം ഉണ്ടാകുമ്പോൾ, രാജ്യത്ത് കലാപം ഉണ്ടാകുമ്പോൾ, രാജ്യത്ത് അസമത്വം ഉണ്ടാകുമ്പോൾ, രാജ്യത്ത് പ്രഥമ ദൃഷ്ട്യാ തന്നെ സാധാരണക്കാരായവരുടെ ശബ്ദങ്ങൾ കേൾക്കാതെ പോകുമ്പോൾ നമ്മൾ നിശബ്ദരായിരുന്നു കൊണ്ടാണ് ഈ രാജ്യത്തെ കൊല്ലുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരാളുടെ കഷ്ടതയിൽ, ഒരാൾ കഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇന്ന ആള് കഷ്ടത്തിലാണ്, ഇന്ന ആള് ബുദ്ധിമുട്ടിലാണ്, ഇന്ന ആള് പ്രശ്നത്തിലാണ് നമ്മൾ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചൂണ്ടിക്കാണിച്ച് അങ്ങനെയല്ലല്ലോ, അയാൾക്കൊരു ഫേവറബിൾ ആകുന്ന രീതിയിൽ നമുക്കൊരു നിലപാട് പറയാനോ നമുക്കൊരു കാഴ്ചപ്പാട് പറയാനോ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രാജ്യത്തെ കൊല്ലുന്ന പ്രക്രിയയിൽ നമ്മൾ പങ്കുചേരുകയാണ്. അല്ലെങ്കിൽ എന്താ പറയാ, ഈ അസഹിഷ്ണുത നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ വിദ്വേഷ പ്രകടനങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യണമെന്നും കൂടി ഇല്ല, നമ്മൾ മിണ്ടാതിരുന്നാൽ മതി. ഒരു കലഹം, ശരിയും തെറ്റും തമ്മിൽ ഒരു കലഹം നടക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മൾ തെറ്റിന്റെ ഭാഗത്താണ്. നമ്മുടെ നിശബ്ദതയ്ക്ക് പോലും വിലയുണ്ടെന്ന ബോധ്യം നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ രാജ്യത്തെ എത്രമാത്രം എഴുത്തുകാർ കൊല ചെയ്യപ്പെടും, എത്രമാത്രം സ്വതന്ത്ര ചിന്തകർ കൊല ചെയ്യപ്പെടും, എത്രമാത്രം ദളിത്, ബഹുജൻ, ന്യൂനപക്ഷ, സ്ത്രീ പീഡനങ്ങൾ നടക്കും. ഇന്നിപ്പോ കൊൽക്കത്തയിൽ നടക്കുന്ന വിഷയങ്ങൾ പോലും നമ്മളൊരു ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ നമുക്ക് മനസ്സിന് പോലും ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൊൽക്കത്തയിലല്ലേ, അത് പട്നയിലല്ലേ, അത് പൂനെയിലല്ലേ, അല്ലെങ്കിൽ അത് ഡൽഹിയിലല്ലേ, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നൊരു ധാരണ നമ്മുടെ മനസ്സിൽ ഡെവലപ്പ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയുക, നമ്മളൊരു തരത്തിലും ഒരു ജനാധിപത്യവാദിയല്ല. അവരന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് എന്റെ കൂടി ബുദ്ധിമുട്ടായി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, പരക്ലേശ ബോധത്തെക്കുറിച്ച് നമുക്ക് ബോധമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലും ബോധമില്ല എന്നാണ് എന്റെ അഭിപ്രായം. മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടിനെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം ഒരു മോശം സമൂഹമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത് ഡൈജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ഫാക്റ്റിനെ അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വിപത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ സാഹചര്യം എന്താണ്? നമ്മൾ എന്ത് പാടണം, നമ്മൾ ഏത് സിനിമ കാണണം, നമ്മൾ എന്ത് ഭക്ഷിക്കണം, നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം, നമ്മൾ എങ്ങനെ ചിന്തിക്കണം, ഏത് പുസ്തകം വായിക്കണം, ഏത് സിനിമ കാണണം, അല്ലെങ്കിൽ ഈ പുസ്തകം എന്ത് എഴുതണം, അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ എന്തുണ്ടാകണം, അല്ലെങ്കിൽ എന്തൊക്കെ ചിന്തിക്കണം, ഇതെല്ലാം നമുക്ക് വേണ്ടി മറ്റുള്ള ആൾക്കാര് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വളരെ അടിസ്ഥാനപരമായ ഒരു ഫാസിസ്റ്റ് രീതിയിലേക്ക് നമ്മുടെ സമൂഹവും നമ്മുടെ സംവിധാനങ്ങളും മുമ്പോട്ട് പോകുമ്പോൾ ഇതൊന്നും നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇതിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ നമുക്ക് പങ്കുചേരണമെന്ന് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അടിസ്ഥാനപരമായ ഒരു ഒഴിഞ്ഞുമാറ്റക്കാരനാണ്, ഞാൻ അടിസ്ഥാനപരമായ ഒരു ജനാധിപത്യവാദിയല്ല എന്ന് തന്നെയാണ്. അപ്പൊ ഇതല്ലാത്തൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ഇതിനെല്ലാം ഇടപെടേണ്ട ഒരു സംവിധാനമുണ്ട്.
ഞാൻ ഇതിനെ കുറിച്ച് ഇന്നിവിടെ പറയാൻ കാരണം, ഈ രാജ്യത്ത്, ഈ ലോകത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ സമരങ്ങളുടെയും എല്ലാ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനപരമായ ആണിക്കല്ല് എന്ന് പറയുന്നത് ആ സമൂഹത്തിന്റെ വിദ്യാർത്ഥികളാണ്. ഒരു വിദ്യാർത്ഥി സമരം പരാജയപ്പെട്ട കഥ വളരെ റയറായിട്ട് ചൈനയിലൊക്കെ മറ്റും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അല്ലാതെ ഒരു ജനാധിപത്യ ബോധം കുറച്ചെങ്കിലും അവശേഷിക്കുന്നിടത്ത് വിദ്യാർത്ഥികൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ ജനാധിപത്യ ബോധം ഇല്ലെങ്കിൽ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ ജനാധിപത്യ മൂല്യമില്ലെങ്കിൽ, നാളെ ഈ രാജ്യം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഭീകരമായ ആശങ്കകളുണ്ട്. കാരണം വിദ്യാർത്ഥികൾ ജനാധിപത്യം വേണ്ട, രാഷ്ട്രീയ ബോധം വേണ്ട എന്നൊരു തീരുമാനമെടുത്താൽ ഈ രാജ്യത്ത് നാളെ സംഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങൾക്കും ആ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച അധ്യാപകര്, ആ വിദ്യാർത്ഥികളെ ഗ്രൂം ചെയ്ത സമൂഹം എല്ലാവരും ഉത്തരവാദികളാണ്. കാരണം ജനാധിപത്യത്തെ വില കൽപ്പിക്കാത്ത ഒരു സമൂഹമായിട്ട് അവർ മാറുകയാണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി അവരും ഈ പറയുന്ന പോലെയുള്ള എന്താ പറയാ അസഹിഷ്ണുതയുടെ വക്താക്കളായിട്ട് മാറും. അപ്പൊ വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ ചെയ്യാനുള്ളത്. വിദ്യാർത്ഥികൾ അടിസ്ഥാനപരമായി വായനകൾ ഉണ്ടാവുക, നിങ്ങൾക്ക് അടിസ്ഥാനപരമായി എല്ലാ വിഷയങ്ങളെയും കുറിച്ചും കുറച്ചെങ്കിലും അറിവുണ്ടാവുക, അതിന് വായിക്കുക, അല്ലെങ്കിൽ സംവാദങ്ങൾ ഉണ്ടാവുക, സംസാരങ്ങൾ ഉണ്ടാവുക, നിങ്ങൾക്കിടയിൽ ചർച്ചകൾ ഉണ്ടാവുക. എന്താണ് ഒരു കാര്യം, അല്ലെങ്കിൽ എന്താണ് ഒരു സംവിധാനം, എന്താണ് ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം ഉണ്ടാകേണ്ടത്, എങ്ങനെയാണ് അത്, ഇങ്ങനെയല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തായിരിക്കണം ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു അറിവോ, നമുക്കൊരു താല്പര്യമോ, നമുക്കൊരു തീരുമാനമോ അഭിപ്രായമോ പോലും ഇല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ പഠിച്ചാലും, എത്രമാത്രം വായിച്ചാലും, എത്രമാത്രം ഡിഗ്രികൾ വാങ്ങിയാലും, നമ്മൾ നമ്മളുടെ ഏറ്റവും ചെറിയ ക്യാപ്സ്യൂൾ സ്പേസുകളിലേക്ക് ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണെങ്കിൽ ഒരു സാമൂഹ്യ ജീവി എന്ന രീതിയിൽ മാത്രമല്ല, ഒരു ഒരു മാനുഷിക ജീവി എന്ന തരത്തിൽ പോലും നമ്മൾ പരാജയപ്പെടും. അതായത് ദർ ഇസ് നോ റോബിൻസൺ ക്രൂസോസ്, ഇങ്ങനെ ഒറ്റപ്പെട്ട ദ്വീപുകളിൽ ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല നമ്മൾ സാമൂഹ്യമായ ജീവികളാണ്. മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ, ഇൻഡിവിജ്വൽ ഇസ് എ സോഷ്യൽ ആനിമൽ. അത് നമുക്ക് നമ്മളുടെ ഓരോ ജീവിതവും, നമ്മുടെ ഓരോ തീരുമാനങ്ങളും, നമ്മുടെ ഓരോ ശരികളും, നമ്മുടെ ഓരോ ഘട്ടങ്ങളും മറ്റൊരു ആളെ കൊണ്ടും, അല്ലെങ്കിൽ മറ്റൊരു സംവിധാനത്തെ കൊണ്ട്, മറ്റൊരു ജനക്കൂട്ടത്തെ കൊണ്ടൊക്കെ സ്വാധീനിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്തു തരാൻ കഴിയുന്നുണ്ട്. അതിനെല്ലാം നമുക്കൊരു തീരുമാനമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെ ഒപ്പം നിൽക്കണം, ആർക്കൊപ്പം ചേരണം എന്നൊന്നും ബോധ്യങ്ങൾ നമുക്കില്ല എന്നുണ്ടെങ്കിൽ വളരെ ആശങ്കാവഹമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ ഏറ്റവും ചെറുപ്പം മുതൽ ഈ ജനാധിപത്യ ബോധം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ ജനാധിപത്യ ബോധം നമ്മളുടെ കുട്ടികളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകാനുള്ള പ്രക്രിയകളാകണം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. അതായത് തന്റെ ഗവൺമെന്റിനെതിരെ സമരം ചെയ്ത ഗാന്ധിയെ രാഷ്ട്രപിതാവാക്കാൻ നെഹ്റുവിന് ബുദ്ധിമുട്ടില്ലാതിരുന്ന ആ ബോധ്യമാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഞാൻ ഓടുന്ന ഓട്ട മത്സരങ്ങളിൽ ഞാൻ ജയിക്കുന്നത് എന്റെ കൂടെ ഓടിയവൻ തോക്കുന്നത് കൊണ്ടാണെന്ന തിരിച്ചറിവാണ് ജനാധിപത്യ ബോധ്യം. ആ ബോധം നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി വി ഫെയിൽ ആസ് എ സിവിലൈസേഷൻ. ഒരു ജനത എന്ന രീതിയിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഏറ്റവും അടിസ്ഥാനപരമായി ഒരു ജനാധിപത്യത്തെ രൂപീകരിക്കുന്നതിൽ വിദ്യാർത്ഥികൾക്ക് കാര്യമായ പങ്ക് വഹിക്കാനുണ്ട്. ഇനി എത്രമാത്രം സാധിക്കും ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്ക് അറിയാം, വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് സമയം ലിമിറ്റേഷൻ ആണ്, നമുക്ക് സംവിധാനങ്ങൾ ലിമിറ്റേഷൻ ആണ്, നമുക്ക് പണം ലിമിറ്റേഷൻ ആണ്, നമുക്ക് ആരോഗ്യം, അധ്വാനം, ഇതെല്ലാം ലിമിറ്റേഷൻ ആണ്. അപ്പം ഈ പറയുന്ന ഈ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്നുകൂടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതായത് നമുക്ക് ഇന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു മൺചെരാതിലെ നുറുങ്ങുവെട്ടം പോലെ, ഒരു മെഴുതിരി നാളം പോലെ ചെറിയ ഒരു ലൈറ്റ് ആയിരിക്കും. പക്ഷെ ഒരുപാട് പേരുടെ ഈ വെളിച്ചം, ഒരുപാട് പേരുടെ ഈ മെഴുകുതിരി വെളിച്ചങ്ങളാണ് നാളെ വലിയ പ്രകാശ ഗോപുരങ്ങളായി മാറാൻ പോകുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന ചെറിയ ചെറിയ എഫേർട്സ് ആണ് ഒരുപക്ഷെ രാജ്യത്തിന്റെ ഒരു വലിയ കുതിപ്പിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന മാർഗദീപങ്ങളായി മാറാൻ പോകുന്നത്. സ്വാമി വിവേകാനന്ദൻ പറയുന്ന ഒരു കോട്ടുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. അദ്ദേഹം വിദ്യാർത്ഥികൾ അഭിസംബോധന ചെയ്യുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവർ. നായ്ക്കുട്ടികളുടെ കുര കേട്ട് നിങ്ങൾ ഭയപ്പെടരുത്, ഇടുത്തി വീണാലും നിങ്ങൾ ഭയപ്പെടരുത്, എഴുന്നേൽപ്പ് പ്രവർത്തിക്കും. അപ്പൊ ഈ ആഹ്വാനം ഒക്കെ നമുക്കുണ്ടാകുന്നത് നമ്മളുടെ ഒരു പൊട്ടൻഷ്യൽ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. ഗ്രേറ്റ് പീപ്പിൾ ന്യൂ ദ പൊട്ടൻഷ്യൽ ഓഫ് സ്റ്റുഡൻസ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി മൂവ്മെന്റ്സും വളരെ ശക്തി ആർജിക്കുന്നതും ആ രാജ്യത്തിന്റെ തന്നെ ഗതി നിർണ്ണയിക്കുന്നതും അവരാകുന്നതുകൊണ്ടാണ്. ഒരു രാജ്യത്തെ വളർത്താനും ഒരു രാജ്യത്തെ തകർക്കാനും ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന് കഴിയും. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് എങ്ങനെ വിദ്യാർത്ഥികൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചോ, ബംഗ്ലാദേശിനെ തകർക്കാനും വിദ്യാർത്ഥി സമരങ്ങൾക്ക് സാധിക്കുന്നുണ്ട്.
അപ്പൊ അതുപോലെയുള്ള എന്താ പറയാ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാകട്ടെ. അതിന് ഇത്തരത്തിലുള്ള ചർച്ചകൾ, ഇത്തരത്തിലുള്ള സംവാദങ്ങൾ, ഇത്തരത്തിലുള്ള സ്പേസസ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ, ചോദിക്കാനുണ്ടെങ്കിൽ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അൾട്ടിമേറ്റ്ലി അതിനൊരു ജനാധിപത്യ സ്പേസ് ഉണ്ടാകണമല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറഞ്ഞു. ഹലോ സർ, പറയൂ. എൻ്റെ ഒരു വിഷയമാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നതും വിദ്യാർത്ഥി സമരം, അതുപോലെ പാകിസ്ഥാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും വിദ്യാർത്ഥി സമരമാണ്. അതുപോലെ ഇന്ത്യയിലും ഇതേപോലെ നടക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ ഞാൻ ഒരു ന്യൂസ് കേട്ടതാണ്, അറിയില്ല. അങ്ങനെ നടക്കാൻ സാധ്യത ഇഷ്ടംപോലെ നടക്കുന്നുണ്ടല്ലോ. ജനാധിപത്യപരമായിട്ട് എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം? ഒന്ന് ഉറക്കെ പറയാമോ? കേൾക്കുന്നില്ല, ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നതും ഇപ്പോൾ പാകിസ്ഥാൻ നടന്നുകൊണ്ടിരിക്കുന്നതും വിദ്യാർത്ഥി സമരമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലെ ഒരു ചെറിയൊരു ന്യൂസ് ചാനലിൽ കേട്ടു. അങ്ങനെ നടക്കാൻ സാധ്യത ഉണ്ടാവുമോ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ചോദിച്ചതാണ്. എന്താണ് അസ്വസ്ഥമാകുന്ന യുവജനതയുള്ള എല്ലാ നാടുകളിലും വിദ്യാർത്ഥി സമരങ്ങൾ ഉണ്ടാകും. അസ്വസ്ഥതയുള്ള യുവജനങ്ങൾക്കാണ് ഒരു രാജ്യത്ത് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക. ഒരു വ്യവസ്ഥിതിയോട് അല്ലെങ്കിൽ ഒരു സംവിധാനത്തോട്, അതിന്റെ നടത്തിപ്പിൽ ഒരു സമൂഹത്തിലെ യുവജനങ്ങൾക്ക് ബുദ്ധിമുട്ടും എതിർപ്പും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അൺട്രസ്റ്റ് ഉണ്ടാവും. ഈ അൺട്രസ്റ്റ് ഒരു ഫോർമൽ ഓർ ഇൻഫോർമൽ പ്രൊട്ടസ്റ്റ് രീതിയിലേക്ക് മാറുക തന്നെ ചെയ്യും. അത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊരു തവണ അങ്ങനെ വരും. അതിന്റെ കാരണങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമരത്തിന്റെ സാധ്യതകളുണ്ടെങ്കിൽ, ഡിസന്റ് ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ, അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ സമരമായിട്ട് മുമ്പോട്ട് വരുന്നുള്ളത് തീർച്ചയായിട്ടും സംഭവിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ എന്നൊരു ചോദ്യമേ ഉള്ളൂ. ഈ സമരങ്ങളെ അല്ലെങ്കിൽ എതിർപ്പുകളെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു സംവിധാനം എന്ന രീതിയിൽ അതിനടിച്ചമർത്താൻ ശ്രമിച്ചാലും അത് മോശം കാര്യമൊന്നുമല്ല. കാരണം അടിസ്ഥാനപരമായി ഒരു ജനാധിപത്യത്തിന്റെ സ്പേസ് ആണ് എതിർക്കുക, ഡിസെൻഡ് ചെയ്യുക, സമരം ചെയ്യുക എന്നുള്ളത്. ആ സമരം ഏത് രീതിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആ സമരം നടത്തപ്പെടുന്നത് എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും. അതിന് പലർക്കും പല അഭിപ്രായങ്ങളും പല കാഴ്ചപ്പാടുകളും ഉണ്ടാകും. പക്ഷേ സമരത്തിന്റെ സ്പേസ്, എതിർക്കാനുള്ള സ്പേസ്, ഡിസെൻഡ് ചെയ്യാനുള്ള സ്പേസ് ഒരു ഡെമോക്രസിയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയ ഫീച്ചറാണ്. അത് ഒരു തരത്തിലും ഭയക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറയാനും കഴിയില്ല. ഹലോ ഹലോ, സാർ, ചോദ്യം ചോദിക്കട്ടെ? പറയൂ. സാർ, ഈ ജനാധിപത്യം നടക്കുന്ന സ്ഥലങ്ങളും അതേപോലെ ജനാധിപത്യവാദികളും തന്നെ പിന്നീട് സ്വേച്ഛാധിപത്യത്തിലേക്ക് മാറുന്ന ഒരു പ്രവണത നമ്മൾ പല ഭരണഘടനകളോ അല്ലെങ്കിൽ പല ഭരണങ്ങളോ എടുത്തു നോക്കിയാൽ കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വേച്ഛാധിപത്യ പ്രവണതയിലേക്ക് പോകുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ നെഹ്റുവിന്റെ കാര്യം പറഞ്ഞപ്പോ, നെഹ്റു എത്രമാത്രം ഒരു ജനാധിപത്യവാദിയായിരുന്നു, നെഹ്റുവിന് പിന്നീട് വന്നവർക്ക് അത് സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ മകളുടെ കാര്യത്തിൽ പോലും, ഇപ്പോ എന്റെ രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണെങ്കിൽ പോലും എത്രമാത്രം ട്രൂത്ത്ഫുൾ ആയിട്ട് നെഹ്റു വാസ് എ ഡെമോക്രാറ്റിക്, ഇന്ദിര വാസ് നോട്ട്. അപ്പോ അത് ഈ അധികാരം കൊടുക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് വിത്ത് ഗ്രേറ്റർ പവർ കംസ് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്ക് കൂടുതൽ അധികാരം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വമാണ് കൂടുതൽ. പക്ഷെ ഈ അധികാരം ഈ പറയുന്ന പോലെ എന്താ പറയാ, അത് വളരെ മനുഷ്യന്റെ തോട്ടിനെയൊക്കെ വളരെ ബാധിക്കും. ഇപ്പൊ ഈ എക്കണോമിക്സിൽ അറിയുന്നവരുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ എന്താ പറയാ, നമുക്ക് ഒരു ആപ്പിൾ കിട്ടും. ഈ ആപ്പിൾ ആപ്പിൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും, പിന്നീട് രണ്ടാമത് കഴിക്കുന്ന ആപ്പിൾ തരുന്ന സാറ്റിസ്ഫാക്ഷനും, മൂന്നാമത് കഴിക്കുമ്പോൾ ആപ്പിൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നോന്നില്ല. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയാണ്. അതായത് നമുക്ക് ഒരു സാധനം കിട്ടുമ്പോൾ, കൂടുതൽ കിട്ടുമ്പോൾ ഈ അവസാനം കിട്ടുന്ന സാധനങ്ങൾക്ക് നമുക്ക് ഇതിന്റെ വില കുറയും. അതായത് പക്ഷെ ഇതിന് വളരെ കുറച്ച് എക്സെപ്ഷൻസേ ഉള്ളൂ. ഒന്ന് പണമാണ്. ആദ്യം കിട്ടുന്ന പണത്തിനും പിന്നെ വരുന്ന പണത്തിനും നമുക്ക് ഒരേ വിലയായിരിക്കും. പിന്നെ ഒന്ന് അധികാരമാണ്. ഈ അധികാരം ഇതുപോലെ തന്നെയാണ്. നമുക്ക് കൂടുതൽ കിട്ടുമ്പോഴും അതിന്റെ ഒരു വില നമുക്ക് കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് കൂടുതൽ അധികാരം കിട്ടുകയും അധികാരം സെൻട്രിക് ആവുകയും അല്ലെങ്കിൽ കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ പതുക്കെ തകർന്നു തുടങ്ങും.
അതൊരു വലിയ പോരായ്മയാണ്, അത് വലിയ പ്രശ്നമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ ജനാധിപത്യം ഒരു നമുക്ക് എല്ലാം തരുന്ന ഒരു റൂളർ എന്ന കോൺസെപ്റ്റിൽ നിന്ന് മാറി ജനാധിപത്യത്തിന് ഒരു ഡൈനാമിക് നേച്ചർ ഉണ്ടാകും. ഭരണ തുടർച്ചകൾ ഒരു കാലത്ത് നല്ലതല്ല. അത് ഏത് പാർട്ടി ആയാലും എന്ത് പാർട്ടി ആയാലും അൾട്ടിമേറ്റ്ലി തുടർന്ന് ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിൽ കുറവ് വരും. നമുക്കതിന്റെ ഈ ഇടപഴകുമ്പോൾ ഒരു വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യാതെ വരും. നമ്മൾ പതുക്കെ അതിൽ സിസ്റ്റമൈസ്ഡ് ആയിപ്പോകും. നമുക്കത് കുഴപ്പമില്ലാതെ തോന്നിപ്പോകും. അവിടെയാണ് ജനാധിപത്യത്തിൽ ഇലക്ഷൻസ് ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ ഡിസന്റ് ഉണ്ടാകേണ്ടത്, മാറ്റം ഉണ്ടാകേണ്ടത്, എതിർപ്പുണ്ടാകേണ്ടത്. അപ്പോൾ അതിന് സ്പേസ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തുടർച്ച ഒരാളുടെ പേരിൽ തന്നെ വോട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അയാളുടെ ജനാധിപത്യവാദത്തിന് കുറവ് വരും. അയാൾക്ക് ജനങ്ങളോടുള്ള എന്താ പറയാ ഒരു ഇടപെടലുന്ന രീതിക്ക് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ജനാധിപത്യവാദികൾ പോലും പിന്നീട് ജനാധിപത്യത്തിനെതിരായി പോകും. സീസർ പോലും റോമിനെ രക്ഷിക്കാൻ വേണ്ടി രാജാവായ സീസർ അല്ലെങ്കിൽ പ്രൊട്ടക്ടറായി വന്ന ആള് പിന്നീട് റോമിലെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായി മാറി. അപ്പോ അത് എന്താ പറയാ അതിന്റെ സ്വഭാവമാണ്, അതൊരു ബേസിക് നേച്ചറാണ്. പക്ഷെ ആ നേച്ചറിനെയും ജനാധിപത്യപരമായി തന്നെ നമുക്ക് എതിർക്കാനും മാറ്റാനും പുതിയ രീതിയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. സ്വേച്ഛാധിപതികളെയും വലിച്ചു താഴെ ഇറക്കിയിടാൻ ജനാധിപത്യത്തിന് സാധ്യതയുണ്ട്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആരോ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ സാർ? എൻ്റെ പേര് അഷ്റഫ്. പറയൂ. സാറേ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ പോലെയുള്ള നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ ജനാധിപത്യം മതാധിപത്യത്തിന് വഴിമാറുന്ന ഒരു കാലഘട്ടത്തിലൂടെ അല്ലേ നാം പോയിക്കൊണ്ടിരിക്കുന്നത്? അതിനെന്താണ് ജനാധിപത്യം ചെയ്യാൻ കഴിയുന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ, ജനാധിപത്യം. അപ്പൊ ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം തന്നെയാണ്, അതായത് എന്തുമാത്രം ആൾക്കാർ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തുമാത്രം ആൾക്കാർക്ക് ഇതിനെ എതിർക്കാൻ ശബ്ദമുണ്ടാകും. ഇപ്പൊ നമ്മളെ പോലുള്ള ഒരു വലിയ ഒരു ഫ്രട്ടേണിറ്റി, ഒരു കൂട്ടം ഇതിനെ എതിർക്കുന്നുണ്ട്. നമ്മളുടെ അതേ വിഭാഗങ്ങളിൽപ്പെടുന്ന എത്ര പേർ ഈ എതിർപ്പിന്റെ സമരത്തിൽ ഭാഗമാകുന്നുണ്ട്? അതായത് ഇപ്പൊ എല്ലായിടങ്ങളിലും ഈ പറയുന്ന പ്രത്യേക രാഷ്ട്രീയ കക്ഷി അവരുടെ ബോധ്യങ്ങൾ കാരണം ജയിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അയോധ്യയിലും അവർ ജയിക്കേണ്ടിയിരുന്നില്ലേ? അയോധ്യയിൽ അവർ ജയിച്ചില്ലല്ലോ, അവിടെ മറ്റൊരു ദലിത് രാഷ്ട്രീയ നേതാവാണ് ജയിച്ചത്. അപ്പൊ മാറ്റം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ മാറ്റത്തിന്റെ സമരത്തിൽ ഭാഗമാകാത്ത ആൾക്കാരുള്ളത് കൊണ്ടാണ് എല്ലാ സമരങ്ങളും പരാജയപ്പെടുന്നത്, അല്ലെങ്കിൽ എല്ലാ പ്രതിഷേധങ്ങളും ലക്ഷ്യമെത്താതെ പോകുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ മാറ്റം വരുമെന്നുള്ളത് ഒരു എന്താ പറയാ ഒരു ഫാക്റ്റായ കാര്യമാണ്. ഇപ്പൊ ഇതുപോലെ ഒരാൾ ചോദിക്കുന്നുണ്ട്, പ്ലീസ് ക്ലാരിഫൈ അബൌട്ട് ഹൗ ദ സെൻസ് ഓഫ് ഡെമോക്രസി ആൻഡ് സെൻസ് ഓഫ് ജസ്റ്റിസ് ആർ കണക്റ്റഡ്. ഈ പറഞ്ഞത് നീതിബോധമാണ് വിഷയം. അതായത് നീതിബോധമായിരിക്കണം ജനാധിപത്യ ബോധത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. സെൻസ് ഓഫ് ജസ്റ്റിസും സെൻസ് ഓഫ് ഡെമോക്രസിയും അൾട്ടിമേറ്റ്ലി സെയിം ആണ്. അതായത് അപരനെ കുറിച്ചുള്ള ഒരു കൺസേൺ ആണ് ഒരു ഡെമോക്രസിയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയ കാര്യം. അതായത് ഞാൻ പറഞ്ഞ അൺ ടു ദ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം വരുന്ന ആളെ കുറിച്ചും ബോധ്യം ഉണ്ടാവുക, ഏറ്റവും ദരിദ്രനായ, ഏറ്റവും വൾണറബിളായ, ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ആളെ കുറിച്ച് ഒരു കൺസേൺ ഉണ്ടാവുക. അത് തന്നെയാണ് നീതിബോധത്തിന്റെയും അടിസ്ഥാനം. ദാറ്റ് ഈസ് ഹൗ ബോത്ത് ആർ കണക്റ്റഡ്. അതായത് മറ്റ് ഏറ്റവും ഫ്രജൈലായ ഒരു എൻറ്റിറ്റിയെ കുറിച്ചുള്ള കൺസേൺ എങ്ങനെയാണോ ഡെമോക്രസിയുടെ ഫണ്ടമെന്റൽ ആകുന്നത്, അതുപോലെ തന്നെയാണ് ഏറ്റവും ഫ്രജൈലായ ഒരു എൻറ്റിറ്റിയെ കുറിച്ചുള്ള ഒരു ജസ്റ്റിസ് സിസ്റ്റത്തിന്റെയും കൺസേൺ. അൾട്ടിമേറ്റ്ലി ദേ ബോത്ത് ആർ കണക്റ്റഡ് ഇൻ ലൈക്ക് ദാറ്റ്. അത് ഏറ്റവും ഫ്രജൈലായ ഒരാളെ എയ്ഡ് ചെയ്യുക, സഹായിക്കുക എന്നതാണ് അതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അങ്ങനെയാണ് അത് കണക്റ്റഡ് ആകുന്നത്. സാർ, ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ? ഈ രാജഭരണത്തിൽ ജനാധിപത്യം അപ്ലിക്കബിൾ അല്ലേ? കേൾക്കുന്നില്ല, എന്താണ്? ഈ രാജഭരണത്തിൽ ജനാധിപത്യം അപ്ലിക്കബിൾ അല്ലേന്ന്? ഒരു രാജാവ് അദ്ദേഹത്തെ ജനാധിപത്യ രീതിയിൽ ഭരണം കൊണ്ടുനടക്കാൻ കഴിയില്ലേന്ന്? ഒരു രാജാവിന് ജനാധിപത്യപരമായ രീതിയിൽ ഭരണം കൊണ്ടുനടക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിന് ഈ ഒരു അൺക്വസ്റ്റൻഡ് ലെജിറ്റിമസി ഉണ്ട് രാജാവിന്. അതായത് ഒരു രാജാവിന് തെറ്റ് സംഭവിക്കില്ല എന്നുള്ള കറക്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല രാജാവിന്. ഇത് രാജാവിന്റെ കുഴപ്പമല്ല, ആ രീതിയുടെ കുഴപ്പമാണ്. രാജാവ് നീതിമാനായിരിക്കാം, രാജാവ് ബോധ്യങ്ങളുള്ള ആളായിരിക്കാം, പക്ഷെ അയാളെ ചോദ്യം ചെയ്യാനൊരു സ്പേസ് ഇല്ലാതായാൽ ചോദ്യം ചെയ്യുന്ന ആളെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാം എന്നൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനാധിപത്യം ഉണ്ടാകണമെന്നില്ല. അൾട്ടിമേറ്റ്ലി ജനാധിപത്യത്തിന് വേണ്ടത് ആ സ്പേസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാൾക്ക് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയോട് ചോദിക്കാൻ കഴിയുകയും സംവദിക്കാൻ കഴിയുകയും ചെയ്യുന്ന സ്പേസ് ഉണ്ടാവുക എന്നാണ് ജനാധിപത്യത്തിന്റെ ഫണ്ടമെന്റലായ കാര്യം. ആ ഭരണം ജനങ്ങൾ തിരഞ്ഞെടുത്തായിരിക്കണം. അതായത്
ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ഒരു ഭരണാധികാരി ഉണ്ടാകുന്നിടത്ത് ഒരു തരത്തിലും ജനാധിപത്യം ഉണ്ടാകില്ല. അത് അൾട്ടിമേറ്റ്ലി അങ്ങനെ തന്നെ വരൂ. സർ, ഒരു ക്വസ്റ്റ്യൻ. ഉം. ഇപ്പോ സാർ പറഞ്ഞില്ലേ തെറ്റും ശരിയും രണ്ടിന്റെ കൂടെ രണ്ടുപേരും കൂടെ തമ്മിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് മിണ്ടാണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റിന്റെ കൂടെയാണ് സപ്പോർട്ട് ചെയ്യണത് എന്ന്. ഉം. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പോ തെറ്റിന് എതിരെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ മൂന്നാമത്തെ വ്യക്തി എപ്പോഴും അടിച്ചമർത്തപ്പെടുകയല്ലേ ചെയ്യണത്. സോ അതിനെ കുറിച്ച് എന്താ സാറിന് പറയാനുള്ളത്? അതുണ്ടാകും. ശരി, ഈ ജനാധിപത്യത്തിന് വലിയ വിലയുണ്ട്. ജനാധിപത്യം നമ്മൾ ജനാധിപത്യപരമായ സുഖകരമായി എന്ന് ആലോചിച്ചു നോക്കും. ഞാൻ വളരെ ബേസിക് ആയ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഈ നമ്മുടെ ഒരു സമരം, അതായത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, നമ്മുടെ എതിർപ്പുകൾ സമരങ്ങൾ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അടിച്ചമർത്തപ്പെടുമ്പോൾ അത് ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ നയിക്കില്ല എന്നുള്ളതാണ് എന്റെ വിഷയം. നയിക്കപ്പെടും. ഡെമോക്രസി ഹാസ് എ ഗ്രേറ്റ് കോസ്റ്റ്. അതായത് നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്ത് ഒരു തവണ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഇലക്ഷൻ നടത്തപ്പെടണമെങ്കിൽ എത്ര രൂപ ചിലവുണ്ടെന്ന് അറിയാം? അപ്പൊ നമ്മൾ ആലോചിക്കുകയാണ് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? നമുക്കത് 10-15 കൊല്ലത്തേക്ക് തെരഞ്ഞെടുപ്പാക്കി കൂടെ? അല്ലെങ്കിൽ എന്താ പറയാ, ഇതിനെ നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരാളെ തന്നെ ഭരണം ഏൽപ്പിച്ചൂടെ? നല്ലൊരാളെ കണ്ടുപിടിച്ച് അയാൾക്ക് ഫുൾ ടൈം ഭരിക്കാൻ അനുവാദം കൊടുത്തുകൂടെ? ഇത് നമ്മളുടെ അടിസ്ഥാനപരമായ ഒരു ഫണ്ടമെന്റൽ. ഡെമോക്രസി ഹാസ് എ കോസ്റ്റ്. ഇറ്റ് കോസ്റ്റ് മണി, ഇറ്റ് കോസ്റ്റ് പീപ്പിൾ, ദെയർ എഫേർട്ട്, ദെയർ ഹാർഡ് വർക്ക്, ദെയർ സ്ട്രഗിൾ, ഇതെല്ലാം ഉണ്ട്. ഗാന്ധി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്ന ആൾക്കാര് ഒരുപാട് എഫേർട്ടും എത്ര പേര് മരിച്ചു, എത്ര പേര് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, എത്ര പേരുടെ ധനം ചെലവഴിക്കേണ്ടി വന്നു. ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ജനാധിപത്യ രാജ്യമാകുന്നത്. നമ്മളുടെ ഒപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ ഇന്ന് എന്തുമാത്രം ട്രോമാറ്റിക് ആയ ദുഷ്കരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ ഡെമോക്രസിക്ക് ഒരു വിലയുണ്ട്. ആ വില, അത് വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങിയതാണ്. നമ്മൾ വലിയ വിലയും വലിയ അധ്വാനവും ആ ഡെമോക്രസിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും ഈ ഡെമോക്രസിക്ക് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ മൂല്യങ്ങൾ 100% വിജയത്തിലാകാൻ വേണ്ടി നമ്മൾ എതിർപ്പുകളും സമരങ്ങളും നടത്തുമ്പോൾ അതിനും വില കൊടുക്കേണ്ടി വരും. അതിനും നമ്മളൊരു വലിയ വില കൊടുക്കണം. നമ്മുടെ അധ്വാനം വേണ്ടി വരും, നമ്മുടെ സംവിധാനങ്ങൾ വേണ്ടി വരും, നമ്മുടെ ധനം വേണ്ടി വരും, നമ്മളുടെ പ്രയത്നങ്ങൾ വേണ്ടി വരും, നമ്മുടെ ബൗദ്ധികമായ അധ്വാനം വേണ്ടി വരും, അതെല്ലാം വേണ്ടി വരും. അതായത് ഫ്രീ ആയിട്ട് നമുക്ക് എന്ന് പറയാം, ദർ ഇസ് നോ ഫ്രീ ലഞ്ച്. ഒരു കാലത്ത് നമുക്ക് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് തരാൻ സാധിക്കുന്ന സംവിധാനമല്ല. നമ്മുടെ ആവശ്യങ്ങൾ, അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. ഫ്രീ ആയിട്ട് ആൾക്കാർക്ക്, അതായത് നമ്മളിപ്പോ ഇതിന്റെ ഒരു എന്താ പറയാ, എനിക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് അധ്വാനിക്കാനൊന്നും വയ്യ. ആരെങ്കിലൊക്കെ കൊണ്ടുതരികയാണെങ്കിൽ ഞാനതൊക്കെ എൻജോയ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതാണ്. അങ്ങനെയല്ല, നമ്മൾ എടുക്കുന്ന ചെറിയ വലിയ സ്ട്രഗിൾ പോലും ഇതിലൊരുപാട് റെസൊനേറ്റ് ചെയ്യപ്പെടും. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ സാറ് പറഞ്ഞു വരുന്നതിന്റെ ഒരു ലക്ഷ്യം ഈ നമ്മുടെ രാജ്യത്തിന്റെയൊക്കെ ജനാധിപത്യ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായത് അരാഷ്ട്രീയവാദികൾ ഉണ്ടാവാതെ രാഷ്ട്രീയവാദികൾ ഉണ്ടാവുക എന്നതാണ് അല്ലേ? കേൾക്കുന്നില്ലേ സാറ്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പറയൂ. അല്ല, സാർ ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ അരാഷ്ട്രീയവാദികളാകാതെ പരമാവധി ജനങ്ങൾ രാഷ്ട്രീയവാദികളാവുക എന്നതാണ് അതിനുള്ള ഒരു ഫോർമുല. അത് മാത്രമാണ് ഫോർമുല. കാരണം രാഷ്ട്രീയ ബോധമില്ലെങ്കിൽ ഒരു ജീവിതം ഉണ്ടാകും. ഒരു എന്താ പറയാ, ഒരു ജനതയാകില്ല. ജനതയാകണമെങ്കിൽ ഒരു രാഷ്ട്രീയ ബോധം ഉണ്ടാകണം. എന്റെ രാജ്യത്ത്, എന്റെ സംവിധാനത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്കൊരു ധാരണയില്ലാത്തിടത്തോളം എന്ത് കാര്യമുണ്ട്? എന്റെ രാജ്യത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എനിക്കൊരു വിഷയമില്ല. ആരെങ്കിലും മരിച്ചുകൊള്ളട്ടെ, ആരെങ്കിലും ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടുകൊള്ളട്ടെ, ആരെങ്കിലും അതിക്രമിക്കപ്പെട്ടുകൊള്ളട്ടെ, ആരെങ്കിലും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കട്ടെ, ആരെങ്കിലും അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കട്ടെ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു തരം ജീവിതമാണ്. അത് എനിക്കൊരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ അത് ഓരോ വ്യക്തിയുടെയും ചോയ്സ് ആണ്. പക്ഷെ ആ ചോയ്സിനെ ഓൾട്ടർ ചെയ്യാൻ നമുക്ക് കഴിയണം. കാരണം മറ്റൊരാളുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഈ രാഷ്ട്രീയവാദിയായിരിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകണമെന്നില്ല. ഇപ്പൊ പൊളിറ്റിക്കലാവുക എന്ന് തന്നെ ഏതെങ്കിലും പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അംഗമാകണമെന്നൊന്നുമില്ല. നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്ന കാര്യം ശരിയല്ല എന്നുണ്ടെങ്കിൽ ശരിയല്ല എന്ന് പറയാൻ കഴിയണം.
അല്ലാതെ അതിന് എനിക്ക് മറ്റുള്ളവരെ എന്നെ ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ പ്രശ്നമാക്കോ ഇന്ന സംഘടന എന്റെ കൂടെ ഉണ്ടോ അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു സിവിക് സെൻസ് ഉണ്ടാവും, ഒരു ഐഡിയ ഉണ്ടാകണം. അതായത് ഇന്നതെല്ലാം ശരികളല്ല, ഈ ശരികളല്ല എന്നുള്ളത് തുറന്ന് പറയാൻ എനിക്ക് സാധിക്കണം. അതാണ് പൊളിറ്റിക്കൽ അവയർനെസ്. അല്ലാതെ ഈ പൊളിറ്റിക്കൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സജീവ പ്രവർത്തകനാവുക എന്നുള്ള അർത്ഥമില്ല. അതും പൊളിറ്റിക്കലാണ്. എന്നാൽ അത് മാത്രമല്ല പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ബോധം ഉണ്ടാവുകയും ആ സ്പേസുകൾ തിരിച്ചറിഞ്ഞ് ആ സ്പേസിൽ സംസാരിക്കാനും പറയേണ്ടത് പറയാൻ സാധിക്കുകയും ചെയ്യണം. പറയേണ്ടത് പറഞ്ഞില്ലെങ്കിലാണ് നമ്മൾ അപ്പൊളിറ്റിക്കലായി മാറുന്നത്. നമ്മൾ നിശബ്ദമാകുന്നത്. നമ്മൾ ശരിക്കും തെറ്റിനും ഇടയിൽ നിശബ്ദത ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിലേക്കാണ് പോകുന്നത്. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ അതൊരു ബൈനറിയാണ്. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മൾ എതിർത്തില്ലെങ്കിൽ നമ്മൾ അടിച്ചമർത്തുന്നവന്റെ കൂടെയാണ്. ഇന്ത്യ പോലത്തെ ഒരു രാജ്യം ഒരു പൊളിറ്റിക്കലി ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് ഒരു പൗരനെ സംബന്ധിച്ചോളം അവന് ജനാധിപത്യത്തിന്റെ ഭാഗമാകുന്നതിനുള്ള ഒരു മാർഗം രാഷ്ട്രീയം തന്നെയല്ലേ സാറേ? അതൊന്ന്. രണ്ടാമത് 70% ആളുകൾ മാത്രമാണ് ഇന്നും നമ്മുടെ രാജ്യത്ത് 100% ജനാധിപത്യം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഇന്നും ഇലക്ട്രൽ സംവിധാനത്തിൽ പങ്കെടുക്കുന്നത്. അതെല്ലാം പോരായ്മകളാലോ. ഈ പോരായ്മകളായി തന്നെ നിലനിൽക്കുമ്പോഴും നമുക്ക് ഈ പോരായ്മകളെ ഓവർകം ചെയ്യാൻ കഴിയണം. അതും ജനാധിപത്യമാണ്. ഈ പോരായ്മകൾ ഉണ്ട്. അപ്പൊ 70% ആൾക്കാരെ വോട്ട് ചെയ്യുന്നുള്ളൂ, 30% ആൾക്കാരെ വോട്ട് ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ വോട്ട് ചെയ്യുന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറയുന്ന ഈ ജനാധിപത്യ സംവിധാനത്തിലേക്ക് എന്ത് പ്രസക്തിയുണ്ട്? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഇതൊരു അൾട്ടിമേറ്റ്ലി നമ്മൾ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പാണ്, നമ്മൾ എടുക്കുന്ന ചോയ്സ് ആണ്. ഈ പൊളിറ്റിക്കൽ ആവുക എന്നുള്ളത് അത് ഇൻസിസ്റ്റ് ചെയ്ത് തന്നെ നമ്മൾ മുമ്പോട്ട് പോകേണ്ട കാര്യമാണ്. നമ്മൾ പൊളിറ്റിക്കലായ ഒരു സമൂഹമായി മാറണം. നമ്മൾ പൊളിറ്റിക്കലായ ഒരു 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 സംവിധാനമായി മാറുക. അപ്പോൾ എത്ര ശതമാനം ആൾക്കാർ വോട്ട് ചെയ്യുന്നു, എത്ര ശതമാനം ആൾക്കാർ പൊളിറ്റിക്സിന് നല്ലതാണെന്ന് കാണുന്നു, എത്ര ശതമാനം ആൾക്കാർ ഇപ്പോ നമുക്കറിയാം നമ്മുടെയൊക്കെ എത്ര വിദ്യാർത്ഥി, നമ്മുടെ മക്കൾ എത്ര പേര്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയിലെ ആൾക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ ഒരു സജീവമായ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനിലേക്ക് പോകുമ്പോൾ എത്ര പേര് അതിനെ പ്രോത്സാഹിപ്പിക്കും? വളരെ കുറച്ച് ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുള്ളൂ. അപ്പോ ഇതൊക്കെ നമ്മുടെയും കൂടി കാഴ്ചപ്പാടിന്റെ കുഴപ്പങ്ങളാണ്. നമ്മൾ ഒരു തരത്തിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലും എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഈ രാജ്യത്ത് ആകമാനം ബാധിക്കുന്ന പ്രശ്നങ്ങളാണെന്ന് തിരിച്ചറിവുണ്ട്. നമ്മള് ഈ ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറയുന്ന ചെറിയൊരു വേവ് ആയിരിക്കും, പക്ഷെ അത് വലിയ തരത്തിൽ റെസൊണേറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ, ഇപ്പോഴത്തെ അതേപോലെ തന്നെ നമ്മൾ ഈ മാതാപിതാക്കൾ കുട്ടികളെ കോളേജിലൊന്നും രാഷ്ട്രീയത്തിൽ ഇടപെടരുത്, രാഷ്ട്രീയം ഒന്നും ചെയ്യണ്ട, പഠിച്ചാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് പല കുട്ടികൾക്കും ഒരു അരാഷ്ട്രീയവും കടന്നുകൂടുന്നുണ്ട്. അപ്പൊ ജനാധിപത്യം അവിടെ നിന്ന് തന്നെ ഇല്ലാതായി പോകുന്നില്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ, അത് കുട്ടികൾ ഇല്ലെങ്കിൽ പോലും ക്ലാസ് റൂമുകൾ പോലും ജനാധിപത്യം ഇല്ലാതാവുകയാണ്. നമ്മളൊരു അധ്യാപകൻ കടന്നു വരുന്നു, നമ്മൾ എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് സാർ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് അവരിരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നു, എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു, പറയാൻ പറയുന്നു, മനപ്പാഠം പറയുന്നത് പഠിക്കാൻ പഠിക്കുന്നു. ഇവിടെ ഒന്നും ഡെമോക്രസി ഇല്ല. ഒരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ, ആരാണ് ഈ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ പറയുന്ന ഒരു ഇതുണ്ട്. അയാൾ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനാണ്. അദ്ദേഹം ക്ലാസ്സിലേക്ക് വരുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിക്കാൻ വരുമ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യണമെന്ന് ശാഠ്യം പറയുകയും കുട്ടികൾ എഴുന്നേറ്റില്ലെങ്കിൽ എഴുന്നേക്കാത്തവനെ മോശക്കാരനായിട്ട് കണക്കാക്കുകയും ചെയ്യുകയും എന്നിട്ട് തിരിഞ്ഞു നിന്ന് അയാൾ ഡെമോക്രസിയെ കുറിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്താൽ അത് ഫെയിൽഡ് അക്കാഡമിഷ്യനാണ്, ഫെയിൽഡ് ഡെമോക്രാറ്റാണ്. അപ്പം ഒന്നുമല്ല ശരികൾ എല്ലാവർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, എല്ലാവർക്കും അത് അംഗീകരിക്കാൻ സാധിച്ചോണമെന്നില്ല, എല്ലാ മാതാപിതാക്കൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചോണമെന്നില്ല. അപ്പൊ അത് വേറെയാണ്. പക്ഷെ എന്ന് കരുതി ശരി അതല്ലാതാകില്ല. അത് ശരികൾ നമ്മൾ പൊളിറ്റിക്കൽ അല്ലാത്ത, ഇപ്പോ ഒരു സംഘടനയിൽ എന്താ പറയാ ഭാഗമായി പ്രവർത്തിക്കുക എന്നൊന്നുമല്ല. നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകണം, നമുക്കൊരു ധാരണ ഉണ്ടാകണം ഈ ഒരു രാഷ്ട്രീയത്തെ കുറിച്ച്, അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണത്തെ കുറിച്ച്, രാഷ്ട്ര നയരൂപീകരണങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാകണം. ഇപ്പോൾ കർഷക സമരം ഉണ്ടാകുന്നു, സമരങ്ങളിൽ കർഷക നിയമങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് പോലും ഒരു ധാരണയില്ലാത്ത ഒരു വിദ്യാർത്ഥി എന്ത് വിദ്യാർത്ഥിയാണ്? അത് മാറ്റാൻ അയാൾക്ക് സാധ്യത, അയാൾ MP യോ MLA ഒന്നും അല്ല, അയാൾക്ക് അവിടെ പോയി സമരം ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. പക്ഷെ അയാളുടെ ഇടങ്ങളിൽ അയാൾക്ക് ആ നിയമങ്ങൾ ശരിയല്ല, ആ നിയമങ്ങൾ ചർച്ച ചെയ്യാതിരുന്ന നിയമങ്ങളാണ്, ആ നിയമങ്ങൾ കർഷകർ ഇന്ന രീതിയിലൊക്കെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് തിരിച്ചറിയാനും അത് അയാളുടെ ഇടങ്ങളിലെങ്കിലും അറ്റ്ലീസ്റ്റ്
അയാളുടെ ഫ്രണ്ട് സർക്കിളിലെങ്കിലും പറയാനും പ്രകടിപ്പിക്കാനും സാധിക്കുന്നില്ല. അത് അത്രയും പൊളിറ്റിക്കൽ ആയാൽ മതി, അത്രയും ലീസ്റ്റ് പൊളിറ്റിക്കൽ ആയാൽ മതി. നമ്മൾ വലിയ സമരങ്ങൾ, വലിയ കൊടി പിടിച്ചുള്ള ജാഥകൾ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പൊളിറ്റിക്കൽ അവബോധം ഏറ്റവും അൾട്ടിമേറ്റ്ലി അയാളുടെ ബേസിക് ഫാമിലി യൂണിറ്റിലെങ്കിലും അയാൾക്ക് പറയാനും അത് സംസാരിക്കാനും സാധിക്കുക. അത്രയും പൊളിറ്റിക്കൽ ആവാൻ കഴിയും. അതുപോലും വേണ്ട തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ആരുടെ പരാജയമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് അവരുടെ മാത്രമല്ല, അവരങ്ങനെ ട്രെയിൻ ചെയ്ത, അവരെങ്ങനെ പഠിപ്പിക്കുന്ന, അവർക്ക് അങ്ങനെ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ പരാജയമാണ്. ഓക്കെ, താങ്ക് യു സാർ. വേറെ ആരോ ഒരാളോട് ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിനിടയ്ക്ക്. രാഷ്ട്രീയക്കാരില്ലാത്തത് കൊണ്ടും അതിനൊരു കേൾക്കുന്നില്ല. നല്ലൊരു രാഷ്ട്രീയക്കാരില്ലാത്തതും അതൊരു പ്രശ്നം തന്നെയല്ലേ? ഇപ്പൊ ഒരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി, നല്ലൊരു പാർട്ടി ഉണ്ടെങ്കിലല്ലേ നമ്മുടെ അവര് നല്ലത് ചെയ്യും എന്നുള്ളത് നമ്മൾ അറിയുമ്പോഴല്ലേ അവർ കൂടെ നിൽക്കുന്നത്. അത് നല്ല പാർട്ടി, ഈ ഏത് പാർട്ടിയെയും, അതായത് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം അഡാപ്റ്റബിലിറ്റിയാണ്. അതായത് അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിയും. അവരുടെ ഫിലോസഫികൾക്ക് അതിനെ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. അതായത് മോശം രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു നയമുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരിടത്തും അവരുടെ കമ്മ്യൂണിസ്റ്റ് ഫിലോസഫിയിൽ, മാർക്സിസ്റ്റ് ഫിലോസഫിയിൽ ഡെമോക്രസി എന്ന് പറയുന്ന സാധനമില്ല. ജനാധിപത്യം, അവരുടെ ജനാധിപത്യം മറ്റൊന്നാണ്. അതായത് വിപ്ലവത്തിലൂടെ അധികാരത്തിലേക്ക് കയറി ആ അധികാരത്തിൽ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ഭരണരീതി. പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്താ പറയാ, അവർ ജനാധിപത്യ പ്രക്രിയയിൽ ഇലക്ഷൻ നേരിടുന്നു. അവർക്ക് ആ ഇലക്ഷനോട് അധികാരത്തിലേക്ക്, ഇപ്പൊ നമ്മൾ പറയും ലോകത്ത് ആദ്യമായി ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിലെ EMS നമ്പൂതിരിപ്പാടിന്റെ സഭയാണ്, ഗവൺമെന്റ് എന്ന് പറയും. അത് പറയാൻ കാരണം അതിനു മുമ്പ് വന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളൊന്നും ഈ പറഞ്ഞ ഇലക്ട്രൽ പൊളിറ്റിക്സിലൂടെ വന്ന ആൾക്കാരല്ല. അതുകൊണ്ടാണ്. അപ്പം പക്ഷേ ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് എങ്ങനെ ഇടതുപക്ഷത്തിന്, കമ്മ്യൂണിസ്റ്റ്, മാർക്സിസ്റ്റ് പ്രത്യയ ശാസ്ത്രങ്ങൾക്ക് ജനാധിപത്യത്തെയും ഇലക്ട്രൽ പൊളിറ്റിക്സിനെയും ഉൾപ്പെടുത്തി അവരുടെ ഫിലോസഫിയിൽ മാറ്റം വരുത്താൻ സാധിച്ചു? കാരണം ആ ജനത അത് ആഗ്രഹിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ജനസമൂഹത്തിന് അതേ വഴിയുള്ളതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ശരികൾ ഉണ്ടെങ്കിൽ ആ ശരികൾ പാർട്ടികൾ തിരഞ്ഞെടുക്കും. എങ്ങനെ? ഒരു ജനത അത് ആവശ്യപ്പെടണം. ഒരു ജനതയ്ക്ക് അത് ആവശ്യം ഉണ്ടാകണം. ജനങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ തോന്നിവിടെ നടന്നോളൂ, നിങ്ങളെ തിരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ എന്താ ചായിക്കോളൂ എന്നൊരു രാഷ്ട്രീയ പാർട്ടി സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജനത സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ, രാഷ്ട്രീയ പാർട്ടികൾ തോന്നും ഇവര് പ്രശ്നമൊന്നുമില്ല, ഇവര് പ്രശ്നം ഉണ്ടാക്കുന്നില്ല, എനിക്ക് തോന്നി ഇവിടെ പോവാം എന്ന് തീരുമാനിക്കും. അപ്പൊ പാർട്ടികളെ പോലും തിരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഇനി സാധിക്കുകയും ചെയ്യും. അത് നമ്മൾക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആരോ പറയുന്നുണ്ടായിരുന്നല്ലോ എന്തോ? ശരികളില്ലാതെ പ്രശ്നമുണ്ടല്ലോ സാറേ, ശരികളില്ലാതെ ആവുകയാണല്ലോ. കേൾക്കുന്നില്ല. ശരികളില്ലാതെ ആവുകയാണല്ലോ പറയാ. നമുക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ ശരികൾ ഉണ്ടാവണമല്ലോ. ഏത് വഴിക്കും ശരികളില്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ചൂസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ശരികളിലേക്ക് അവർ എത്തിക്കുക എന്നുള്ളതാണ് ഒരു ജനതയുടെ ഉത്തരവാദിത്വം. ഒരു ഡെമോക്രസിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല ഉത്തരവാദിത്വം, ജനതകൾക്കുണ്ട്. ജനങ്ങളുടെയാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഒരു ശരിയിലേക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പോലും, അല്ലെങ്കിൽ 1 ലക്ഷം അംഗങ്ങളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു ശരിയിലേക്ക് എത്തിക്കാൻ ഒരു ജനതയ്ക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 800 കോടി ജനങ്ങളെ എങ്ങനെ വലിയ ശരിയിലേക്ക് എത്തിക്കാൻ സാധിക്കും? 4 കോടി ജനങ്ങൾ കേരളത്തിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും? അതൊക്കെ സാധിക്കാതിരിക്കൊന്നുമില്ല. നമ്മൾ ശ്രമിക്കാത്തതിന്റെ പോരായ്മ ഉണ്ടാവുള്ളൂ. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? പറയൂ. സാറേ, സാർ നേരത്തെ പറഞ്ഞല്ലോ ക്ലാസ് റൂമിലെ ജനാധിപത്യം ക്ലാസ് റൂമുകളിൽ ജനാധിപത്യം ഇല്ല എന്ന് പറഞ്ഞല്ലോ. ക്ലാസ് റൂമുകളിൽ ജനാധിപത്യം ഇല്ല എന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലായത്? എന്തുകൊണ്ടാണ് ജനാധിപത്യം ഇല്ല എന്ന് പറയുന്നത്? നമ്മുടെ ഒരു എന്താ പറയാ സ്ട്രക്ചർ ഓഫ് ക്ലാസ് റൂംസിന് പോലും ജനാധിപത്യമില്ല. ഒരു എന്താ പറയാ ഒരു അധ്യാപകൻ ഒരു യൂണിവേഴ്സിറ്റി സ്പേസിൽ അല്ലെങ്കിൽ കോളേജ് സ്പേസിലൊക്കെ ഒരു അധ്യാപകർ അല്ലെങ്കിൽ ഒരു ടീച്ചർ ഒരു തെറ്റായ കാര്യം ചെയ്യുന്നു. നമുക്ക് 100% അത് തെറ്റാണെന്ന് ബോധ്യമുണ്ടെന്നിരിക്കെ എത്ര വിദ്യാർത്ഥികൾ ആ തെറ്റായ കാര്യത്തിനെതിരെ ശബ്ദമുയർത്തും? അല്ലെങ്കിൽ ആ അധ്യാപകന് തെറ്റായ ഒരു നടപടിക്കെതിരെ എത്ര വിദ്യാർത്ഥികൾ
മറ്റ് വഴികൾ അവലംബിക്കും. വളരെ കുറച്ച് പേരെ ചെയ്യുള്ളൂ. കാരണം ഇതിനൊരു പവർ ബാലൻസ് ഉണ്ട്, ഒരു പവർ ഇക്വേഷൻ ഉണ്ട്. ഒരു അധ്യാപകന്റെ കയ്യിലുള്ള അധികാരവും ഒരു വിദ്യാർത്ഥിയുടെ കയ്യിലുള്ള അധികാരവും അതൊരു ബാലൻസ് അധ്യാപകനാണ് കൂടുതൽ. അധ്യാപകന്റെ കയ്യിലാണ് പവർ കൂടുതലുള്ളത്. അയാൾക്ക് ഇന്റേണൽ മാർക്ക് കട്ട് ചെയ്യാം, അയാൾക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്ന വിദ്യാർത്ഥികളെ എങ്ങനെയെല്ലാം ടോർച്ചർ ചെയ്യാമോ അല്ലെങ്കിൽ ഉപദ്രവിക്കാമോ, എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമോ, അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ അങ്ങനെയുള്ള സ്പേസ് ഉള്ള ഒരു സ്ഥലം ജനാധിപത്യപരമായ ഒരു സ്ഥലമാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയുന്നത് നമ്മള് സാർ എന്ന് വിളിക്കും. ഇപ്പൊ നമ്മൾ എല്ലാവരെയും വിളിക്കുന്ന ടേമാണ് സാർ. സാർ എന്ന വാക്കിന്റെ ഒരു വിവരണം എന്ന് പറയുന്നത് സ്ലേവ് ഐ റിമെയിൻ എന്നാണ്. അതായത് നമ്മൾ എത്ര വിദ്യാർത്ഥികൾ അധ്യാപകരെ പേര് വിളിക്കാൻ സാധിക്കും. ഇപ്പൊ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ യൂണിവേഴ്സിറ്റി സ്പേസസിലൊക്കെ നമ്മള് അധ്യാപകരെ അവരുടെ പേര് വിളിച്ച സംബോധന ചെയ്യും. മിസ്റ്റർ എക്സ്, മിസ്റ്റർ ബി, മിസ്റ്റർ സി എന്ന് അവരെ പേര് വിളിച്ചല്ലെങ്കിൽ ഡോക്ടർ എ, ഡോക്ടർ ബി എന്ന് വിളിക്കുക. കാരണം അങ്ങനെ ഒരു വിധേയത്വത്തിന്റെ സ്വഭാവം നമുക്ക് ഉണ്ടാകുകയാണ്. അപ്പൊ നമ്മള് പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഈ വിധേയത്വത്തെ ഡിസിപ്ലിൻ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. അതായത് നമ്മൾ മിണ്ടാതെ, ശബ്ദം ഉണ്ടാക്കാതെ, എതിർക്കാതെ, പറയുന്നത് മാത്രം കേട്ട്. കാരണം നമ്മുടെ ഒരു കംഫർട്ടിന് കൂടി ഏറ്റവും നല്ലത് അങ്ങനെയാണ്. അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളെ ആർക്കും ഇഷ്ടമല്ല. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ എന്താ, അവരെ വിധേയത്തിൽ വളർത്തുക. നമ്മുടെ ഒട്ടുമിക്ക എല്ലാ ഇടങ്ങളിൽ പോലും അങ്ങനെയാണ്. നമ്മൾ വിധേയത്വം കുട്ടികളെ വളർത്താൻ ശ്രമിക്കുന്ന ആൾക്കാരെ അവർ പറഞ്ഞാൽ കേൾക്കണം, അനുസരണം ഉണ്ടാകണം. കാരണം എന്താ, അങ്ങനെയുള്ളവരെയാണ് നമുക്ക് ഭരിക്കാൻ സൗകര്യം, അങ്ങനെയുള്ളവരുടെ മേലാണ് നമുക്ക് കൺട്രോൾ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ളൊരു ഇടത്ത് എങ്ങനെ ഡെമോക്രസി ഉണ്ടാവും? ഇപ്പൊ നമ്മുടെ വീടുകളിൽ പോലും എന്തുമാത്രം ഡെമോക്രസി ഉണ്ട്, നമ്മുടെ ക്ലാസ് റൂമുകളിൽ എന്തുമാത്രം ഡെമോക്രസി ഉണ്ട്. നമ്മളിപ്പോഴും ഈ തൂങ്ങിക്കിടക്കുന്ന ഒരു വാളിനെ പേടിച്ച് ഇങ്ങനെ ജീവിക്കുന്ന രീതിയാണ്. അതൊരു ഡെമോക്രസി അല്ല, അവിടെ ഡെമോക്രസിക്ക് സ്ഥാനമില്ല. പക്ഷെ ബേസിക് ആയൊരു മോറൽ കോഡ് വ്യക്തിക്ക് ഉണ്ടായാൽ മതി, ഒരു നീതിബോധം ഉണ്ടായാൽ മതി. തെറ്റ് ചെയ്യില്ല എന്നൊരു ബോധം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ ഒരു നീതിബോധത്തെ ഒന്നും വളർത്താൻ നമ്മൾ സഹായിക്കും. നമുക്ക് വേണ്ടത് പറഞ്ഞാൽ കേൾക്കുന്ന വിദ്യാർത്ഥികൾ. അപ്പൊ എത്ര അധ്യാപകർ ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ക്ലാസ്സിന് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഡിസെന്റ് ചെയ്യുന്ന ഒരു ക്ലാസ്സിന് ഇഷ്ടപ്പെടും? അതോ നമ്മൾ പറയുമ്പോൾ മിണ്ടാതിരുന്ന് എഴുതിയെടുത്ത് പഠിച്ച് മാർക്ക് വാങ്ങിക്കുന്ന വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെടും? ഒരു സാധാരണഗതി ഒന്ന് ആലോചിച്ച് നോക്ക്. ഏത് അധ്യാപകനും ചൂസ് ചെയ്യുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, പറഞ്ഞാൽ കേൾക്കണ, മിണ്ടാതിരുന്ന് നോട്ട്സ് എഴുതി പഠിച്ച് പാസ്സാക്കി പോകുന്ന വിദ്യാർത്ഥികൾ. കാരണം എന്താണ്, ഭരിക്കാൻ എളുപ്പമാണ്, അതോറിറ്റി സ്ഥാപിക്കാൻ എളുപ്പമാണ്. അപ്പൊ അങ്ങനെയുള്ള ക്ലാസ് റൂമുകളൊന്നും ജനാധിപത്യം ഉണ്ടായില്ല. ജനാധിപത്യം ഉണ്ടാകുന്ന ക്ലാസ്സുകൾ തുറന്ന ചർച്ചകൾ ഉണ്ടാകും, തുറന്ന സംവാദങ്ങൾ ഉണ്ടാകും, സംസാരങ്ങൾ ഉണ്ടാകും, അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനം. അപ്പൊ അങ്ങനെയുള്ള അധ്യാപകർക്ക് ഈ വിദ്യാർത്ഥികളുടെ അഭിപ്രായ രൂപീകരണത്തെ, അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണത്തെ, നീതിബോധ രൂപീകരണത്തെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാത്ത അധ്യാപകരുള്ളിടത്ത്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കാത്ത അധ്യാപകർക്ക് ജനാധിപത്യം ഉണ്ടാകില്ല. ഹലോ, പറയൂ. സാറ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വർക്ക് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ കുറച്ച് ലൈറ്റ് ആയിട്ട് കയറി. സാർ എന്ത് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സർവീസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ റിസർച്ച് സ്കോളറാണ് യൂണിവേഴ്സിറ്റിയിൽ. ഞാൻ കോളേജ് പഠിപ്പിക്കുകയായിരുന്നു, ഇപ്പൊ റിസർച്ച് സ്കോളറാണ്. സാർ അപ്പൊ സാറിന്റെ സ്റ്റുഡൻസിനോട് സാറിന് വിളിക്കേണ്ട എന്ന് പറയാറുണ്ടോ? അവരെ തിരുത്താറുണ്ടോ? തീർച്ചയായും. പക്ഷെ നമ്മള് ഇത് പറയുകയും അങ്ങനെ വിളിക്കേണ്ട സാറിന്റെ സ്റ്റുഡൻസ് സാറിന് സംഭാവന ചെയ്യുമ്പോ സാർ തിരിച്ചു പറയാറുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെ പറയാം, മിസ്റ്റർ പേര് വിളിച്ചിട്ട് സംഭാവന ചെയ്യാൻ, അല്ലെങ്കിൽ സാറിന്റെ സുപ്പീരിയർ ഓഫീസർ. തീർച്ചയായിട്ടും. പിന്നെ സാറിപ്പോ പല കാര്യങ്ങൾക്കും ഗവൺമെന്റ് സർവീസ് ഓഫീസുകളിലൊക്കെ പോകേണ്ടി വരും. അവിടെ ആരെങ്കിലും സാറിന് വിളിക്കാറുണ്ടോ? അല്ലെങ്കിൽ അവിടെ സർവീസിൽ പോകുന്ന മിസ്റ്റർ, അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന സാർ മിസ്റ്റർ ഓഫീസർ എന്ന് പറയാനോ സാർ സംഭാവന ചെയ്യുക, അല്ലെങ്കിൽ സാറിന് വിളിക്കാറുണ്ടോ? അത് നമുക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. അത് ചോദിച്ചാൽ അത് മിസ്റ്റർ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് നമ്മള് നമുക്ക് ഓഫീസറിന് വിളിച്ചാൽ മതി. മതിയാ? ശരി, ഓക്കെ. അപ്പൊ സാർ അങ്ങനെ പിള്ളേരെ കുട്ടികളോട് പറയാറുണ്ടോ എന്ന് ചോദിക്കുന്നു ഞാൻ. ഉണ്ട്. ഞാൻ പറയട്ടെ, നമുക്കിത് ഞാൻ പറയാറുണ്ട്. ഞാൻ റിസർച്ച് സ്കോളറാണ്. അപ്പൊ എനിക്ക് താഴെ ജൂനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ MA ചെയ്യുന്ന കുട്ടി, അപ്പൊ അവര് പോലും ഇപ്പൊ ചേട്ടാ എന്ന് വിളിക്കുക,
അപ്പൊ അങ്ങനെയുള്ള ഇതുപോലെ നമ്മൾ പലയിടത്തും വേണ്ടാന്ന് പറയാറുണ്ട്. അത് പലയിടങ്ങളിലും അതാണ് ശരി. അല്ലെങ്കിൽ ഇപ്പോ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് സെക്ടറിൽ പോലും പലയിടങ്ങളിലും നമ്മളിപ്പോ ഈ അപേക്ഷ കൊടുക്കുക, അതായത് അപേക്ഷ ഫോറം എന്ന് പറയുന്ന സാധനം, അപേക്ഷയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ഈ രാജ്യത്തെ ഭരണ സംവിധാനം അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു കാര്യം നേടിയെടുക്കാൻ ഒരു പൗരൻ എന്തിനാണ് അപേക്ഷിക്കുന്നത്? വിനീതമായി വിശ്വസ്തയോടെ അപേക്ഷിക്കുന്നത്. അങ്ങനെയൊന്നും നമ്മൾ ലെറ്റർ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്ന കാര്യമാണ് വേണ്ടത്. ഇപ്പൊ കൊല്ലം മുനിസിപ്പാലിറ്റി അല്ലാതെ ഒരു നിയമമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്കിപ്പോ സാറെന്ന് വിളിക്കുമ്പോൾ പലർക്കും ഇപ്പൊ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ പേര് വിളിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അതെല്ലാം അവരെ എന്താ പറയാ, അവർ ഡെവലപ്പ് ചെയ്തെടുത്ത, അവർ ഗ്രൂം ചെയ്തെടുത്ത ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ്. പെട്ടെന്നൊരു ദിവസം അവർക്ക് അങ്ങനെ അല്ല എന്ന് വിളിക്കാൻ സാധിക്കില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ഗ്രാജുവലി ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെയൊക്കെ മാറുക. കാരണം ആ ഒരു എന്താ പറയാ, അധികാരത്തിന്റെ ബാരിയർ ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഇങ്ങനെ പറയുന്ന അധ്യാപകർക്കും ബുദ്ധിമുട്ടാണ്, ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ അധ്യാപകരെ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരമായ ഒരു മോറൽ വാല്യൂ കൊടുക്കും, അല്ലെങ്കിൽ ഇവർ ഭയങ്കര ധാർമ്മികതയുടെ ആൾരൂപങ്ങളാണ്, അല്ലെങ്കിൽ അധ്യാപകർക്ക് തെറ്റില്ല, അധ്യാപകർ അങ്ങനെയല്ല. അധ്യാപകർ കാശ് വാങ്ങി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. വലിയ എന്താ പറയാ, അങ്ങനെയുള്ള ഈ ദൈവവൽക്കരണങ്ങളോ അതിൽ വിഷയത്തില് മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. അത് അതിന്റെയാണ് മാതാ പിതാ ഗുരു ദൈവം. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ ഗുരുവും റെസ്പെക്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇതൊക്കെ ശീലിച്ചു വന്നിട്ടുള്ളത്. നമ്മളൊക്കെ ഒരു പണ്ടേ സ്കൂളിലും അതെല്ലാം പ്രശ്നമുള്ള കൊണോട്ടേഷൻസ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത്. അതായത് ഈ അന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഈ പഴഞ്ചൊല്ലൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പറയുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായം നടന്നിരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തായിരുന്നു വിദ്യാഭ്യാസ സമ്പ്രദായം, അതൊക്കെ അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എല്ലായിടങ്ങളിലും എല്ലാ അധ്യാപകരും നല്ല അധ്യാപകരാണ്. അവിടെ വിഷയം വരുന്നത് സാർ, അത് ഒരു മര്യാദയുടെ ഭാഗമായിട്ടാണ്. മാതാവിനെ റെസ്പെക്ട് ചെയ്യുക, പിതാവിനെ റെസ്പെക്ട് ചെയ്യുക. റെസ്പെക്ട് വേണ്ടെന്നല്ല പറയുന്നത്, റെസ്പെക്ട് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ റെസ്പെക്ടിനപ്പുറത്തേക്ക് ഈ വിധേയത്വത്തിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. റെസ്പെക്ട്, ഈ ഒരു മ്യൂച്വൽ റെസ്പെക്ടിന് മനോഹരമായി മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പൊ നമുക്ക് പലതും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് നമ്മൾ അങ്ങനെ സീസൺഡ് ആയതുകൊണ്ടാണ്. നമ്മൾ അങ്ങനെയുള്ള ഒരു ഗ്രോത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചുറ്റുപാടുകളിൽ വളർന്ന് സീസൺഡ് ആയതുകൊണ്ടാണ്. അത് എല്ലാവരും ഒരു ദിവസം കൂടെ ബ്രേക്ക് ചെയ്ത് പോകുക എന്നുള്ളതല്ല. കാരണം എന്താ പറയാ, നമ്മളിപ്പോഴും ഒരു MP കാണുമ്പോൾ, ഒരു MLA കാണുമ്പോൾ സാർ എന്ന അഭിസംബോധന ചെയ്യും. എന്താണ് എന്റെ കാരണം? എന്താണ് അയാളും നമ്മളും വ്യത്യാസം? അയാൾ നമ്മുടെ പ്രതിനിധിയല്ലേ, അയാൾ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ആളല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മൾ അദൃശ്യമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രോട്ടോകോളാണ്. അത് നമ്മളൊക്കെ അവരെ പറയുന്നത് നമ്മൾ ഗവൺമെന്റ് സർവൻസ് എന്നാണ് പറയുന്നത്, ഗവൺമെന്റ് വേലക്കാരാണ്. പക്ഷെ ഞാനിപ്പോ ഒരു വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഓഫീസിലോ കയറി ചെന്ന് അവിടുത്തെ സ്റ്റാഫിനോട് ഒരാൾ ഒരു സർവീസിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്, അയാളൊരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും ഒരു സർവീസിന് വേണ്ടി ചെല്ലുന്നത്. അവർ ചെന്നിട്ട് മിസ്റ്റർ സെക്രട്ടറി, മിസ്റ്റർ പ്രസിഡന്റ് എന്ന് ചോദിക്കാൻ നിൽക്കില്ല. ആൾക്ക് എത്രയും വേഗം മിസ്റ്റർ പ്രസിഡന്റ് ഒന്നും പറയണ്ട. അതായത് നമുക്കറിയാം ഈ സാറിന്റെ പേരിൽ സംവിധാനം ചെയ്യണമെന്നുണ്ട്. ഹലോ ഒരു മിനിറ്റ്. പിന്നെ നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഒന്ന് സാറ് കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കാം. നമുക്ക് ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും വരുന്ന ആഴ്ചകളിൽ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. കാരണം നമ്മൾ 7 മണിക്ക് എല്ലാ വീക്കിലും 7 മണിക്ക് തുടങ്ങി 8 മണിക്ക് അവസാനിപ്പിക്കലാണ് സൺഡേ സ്പെഷ്യല്. അപ്പൊ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് നമുക്ക് ഈ വിഷയത്തിൽ കൂടുതലായിട്ട് സംസാരിക്കണമെങ്കിൽ വരും മാസങ്ങളിലും വരും ആഴ്ചകളിലൊക്കെ നമുക്ക് വീണ്ടും ഒരു സെഷൻ ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ സാർ ഒന്ന് സംസാരിച്ചോളാം. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് അടിസ്ഥാനപരമായ ജനാധിപത്യ മൂല്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു ഓവർനൈറ്റ് മിറാക്കിൾ അല്ല, ഓവർനൈറ്റ് പ്രോസസ് അല്ല. അത് സമയമെടുക്കും. അത് സ്വാഭാവികമായ വളർച്ചയിലേക്ക് അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു ഗ്രോത്തിലൂടെ തന്നെയാണ് നമുക്കിത് ചെയ്തു തീർക്കാനും സാധിക്കുകയുള്ളൂ. അത് പലർക്കും പല ആൾക്കാർക്കും പല സംവിധാനങ്ങൾക്കും എപ്പോഴും ഫേവറബിൾ ആകണമെന്നില്ല. അപ്പോ അതെല്ലാം സ്വാഭാവികമായി തന്നെ അതിന്റെ ശരിതെറ്റുകളുടെ ബോധ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നീതിബോധത്തിൽ നമുക്ക് ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങളുടെ ഭാഗമായിരിക്കണം. അപ്പൊ അങ്ങനെ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും ചെറുപ്പക്കാർക്കും എല്ലാം ഈ ജനാധിപത്യം എന്ന് പറയുന്ന വലിയ ആശയത്തെ മനസ്സിലാക്കാനും ആ ആശയത്തെ പ്രൊട്ടക്ട് ചെയ്യാനും സാധിക്കണം. അങ്ങനെ സാധിക്കുന്ന ഒരു സംവിധാനമായിരിക്കും ഏറ്റവും
ഏറ്റവും ഫണ്ടമെന്റലി ഗുണകരമാകുന്ന ഏറ്റവും സാധാരണക്കാരനെ, ഏറ്റവും അരികവൽക്കരിക്കപ്പെട്ട ആളെ പോലും ഗുണകരമാകുന്ന ഒരു സംവിധാനം, ആ ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. പിന്നെ ജനാധിപത്യം പോലെ തന്നെ ജനാധിപത്യം പോലെ തന്നെ ഹലോ, നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലേ പിന്നീട് ചോദിക്കാട്ടോ. നമുക്ക് വീണ്ടും ഒരു സെഷനിലേക്ക് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോ ജനാധിപത്യം എന്നൊരു വിഷയത്തില് വലിയൊരു നമ്മളൊരു കടൽ പോലെ വിശാലമായ ഒരു വിഷയമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ 1 മണിക്കൂറൊന്നും സംസാരിച്ചാൽ നമുക്ക് ഒരിക്കലും മതിയാവുകയില്ല. ഈ കിട്ടിയ 1 മണിക്കൂറിൽ ഡേവിസ് സാർ വളരെ മനോഹരമായി നമുക്ക് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയുണ്ടായി. എന്തായാലും പിന്നെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ലിഫ്റ്റ് സ്മൈലിന്റെ എല്ലാവിധ സന്തോഷങ്ങളും ഡേവിസ് സാറിന് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും പിന്നെ നന്ദി അറിയിക്കുന്നു. നമ്മളെ ബാച്ചുകളിലെ പ്രിയപ്പെട്ട കൂട്ടുകാര്, അതുപോലെ തന്നെ മറ്റുള്ളവര്, പിന്നെ കോർഡിനേറ്റേഴ്സ്, ടീച്ചേഴ്സ്, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞ് അടുത്ത ആഴ്ച വീണ്ടും പുതിയ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും സംവദിക്കാം. താങ്ക് യു സോ മച്ച്.